നമസ്കാരം. ബഡ്ജറ്റ് ചർച്ചാ പരമ്പരയായ ഫിൻപാക്കിലേക്ക് സ്വാഗതം. അടിസ്ഥാന മേഖലയ്ക്കുള്ള ബഡ്ജറ്റ് വിഹിതം വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ടെന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്നു. 2047 വികസിത് ഭാരത് ലക്ഷ്യം കൈവരിക്കുന്നതിന് അടുത്ത 25 വർഷത്തേക്ക് സർക്കാരിൻ്റെ അടിസ്ഥാന സൗകര്യ ബഡ്ജറ്റ് 15 ലക്ഷം കോടി രൂപയായിരിക്കണമെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ അടുത്തയിടെ പറഞ്ഞിരുന്നു. പുതിയ വന്ദേ ഭാരത് ട്രെയിനുകൾ ഉൾപ്പെടെ ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിക്കുള്ള വിഹിതം വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയുമുണ്ട്. ഇന്ത്യയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് ബജറ്റിൽ കരുതി വച്ചിരിക്കുന്നത് എന്ത് എന്ന വിഷയമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഈ ചർച്ചയിൽ എന്നോടൊപ്പം കുസാറ്റിലെ റിട്ടയർഡ് പ്രൊഫസർ ഡോക്ടർ ഹരികുമാർ എസ്, പൊതുപ്രവർത്തകനായ ഡിജോ കാപ്പൻ, BJPയിൽ നിന്ന് അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ്, മൈഫിൻ റിസർച്ച് ഹെഡ് സൂരജ് നായർ എന്നിവർ. ആദ്യം ഡോക്ടർ ഹരികുമാർ, സ്മാർട്ട് സിറ്റികൾ, പൊതുഗതാഗത പദ്ധതികൾ എന്നിവയുൾപ്പെടെ നഗര അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഈ ബഡ്ജറ്റിൽ തുക അനുവദിച്ചേക്കുമെന്ന് കരുതുന്നുണ്ട്. അങ്ങനെയെങ്കിൽ കേരളത്തിൻ്റെ ഏതെല്ലാം മേഖലകളിൽ അതിൻ്റെ പ്രയോജനം ലഭിക്കും? പൊതുഗതാഗതത്തിനും അതേപോലെ തന്നെ നഗരവികസനത്തിനും സെൻട്രൽ ബഡ്ജറ്റിൽ നിന്ന് അലോട്ട്മെന്റ് വരും എന്ന ഒരു നമ്മൾ പറയുകയാണെങ്കിൽ എന്താ അതിന് പറയേണ്ടത്, ഒരു ഒരു പൊതുവെ ഒരു നിരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷെ നമ്മൾ കേരളത്തിന്റെ ജിയോഗ്രാഫി എടുത്ത് നോക്കുകയാണ് എങ്കിൽ അതിൽ കാണുന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെയുള്ള നമ്മുടെ മെയിൻ നാഷണൽ ഹൈവേ ഇപ്പോൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അതിൽ ആവശ്യമായിട്ടുള്ള അലോട്ട്മെന്റുകൾ ഇനിയും വരാനുണ്ട്. ആ ഒരു അലോട്ട്മെന്റ് കിട്ടാനുള്ള സാധ്യത അതിനകത്ത് ഉണ്ട്. രണ്ടാമത്, നഗരവികസനത്തിന് എന്ന് പറയുമ്പോൾ ഈ കഴിഞ്ഞ ബജറ്റിൽ പറഞ്ഞിരുന്ന ഒരു പ്രത്യേക കാര്യമുണ്ട്. എല്ലാം സെൻട്രൽ ഗവൺമെന്റ് ആണ് ഫിനാൻസ് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ പോകാനുള്ള, അല്ലെങ്കിൽ ആ രീതിയിൽ എന്നെ കാണാൻ സാധിക്കില്ല എന്നാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ 2019-23 എന്നുള്ള ആ സമയത്ത് കേന്ദ്ര ഗവൺമെന്റ് വിഹിതം 49% അടിസ്ഥാന വികസനത്തിന് കൊടുത്തിരുന്നത്. ഈ അത്രയും കാലം, അതായത് 4 കൊല്ലം 5 കൊല്ലത്തെ ആ കാലയളവിൽ. അതേസമയം സംസ്ഥാന ഗവൺമെന്റുകളിൽ 29% സംസ്ഥാന ഗവൺമെന്റിന്റെ വിഹിതം. അതേപോലെ തന്നെ ഈ കഴിഞ്ഞ ബഡ്ജറ്റ് ഇക്കണോമിക് സർവേയിൽ ഒരു കാര്യം പ്രത്യേകിച്ചിട്ട് പറയുന്നുണ്ട്. ഈ കാപെക്സ് എന്ന് പറയുന്നത് ഈ പറയുന്ന രീതിയിൽ വളരണമെങ്കിൽ ഒരു പാർട്ടിസിപ്പേറ്ററി ഫിനാൻസ് ആവശ്യമാണ് എന്ന് പറയുന്നുണ്ട്. പാർട്ടിസിപ്പേറ്ററി ഫിനാൻസ് ആവശ്യമാണ് എന്ന് പറയുമ്പോൾ ഒരു പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ എന്ന് മാത്രമല്ല അത് ഉദ്ദേശിക്കുന്നത്. സംസ്ഥാന ഗവൺമെന്റും ലോക്കൽ സെൽഫ് ഗവൺമെന്റുകളും അതാത് രീതിയിൽ ഇൻഫ്രാസ്ട്രക്ചർ വളർത്തിയെടുത്താൽ മാത്രമേ, അവരെ കൊണ്ട് ആവുന്ന രീതിയിൽ വളർത്തിയെടുത്താൽ മാത്രമേ ഈ രീതി ഒരു വിഭാവനം ചെയ്യുന്ന രീതിയിൽ ഒരു ഡെവലപ്മെന്റ് കിട്ടുകയുള്ളൂ എന്ന് പറയുന്നുണ്ട്. നമ്മുടെ സംസ്ഥാനം എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ PWD റോഡ് നെറ്റ്വർക്ക്, അല്ലെങ്കിൽ നമ്മുടെ ലോക്കൽ സെൽഫ് ഗവൺമെന്റിന്റെ റോഡ് നെറ്റ്വർക്ക്, അതിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് അതിന്റെ സ്ഥിതി വളരെ മോശമായ രീതിയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ രീതി ഈ പറയുന്ന കാര്യങ്ങൾ എല്ലാം തന്നെ കൺസിഡർ ചെയ്തിട്ട് ആയിരിക്കണം ഒരു അലോട്ട്മെന്റ് വരിക എന്നുള്ളത്. അങ്ങനെ നോക്കുകയാണ് എങ്കിൽ ഒരു കാര്യമായ ഒരു സെൻട്രൽ അലോട്ട്മെന്റ് കേരളത്തിന് കിട്ടാനുള്ള സാധ്യത കുറവാണെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ശരി. അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ്, ഈ ബഡ്ജറ്റിൽ നിന്ന് കേരളത്തിന് എന്താണ് പ്രതീക്ഷിക്കാനുള്ളത്? BJP ഗവൺമെന്റ് കഴിഞ്ഞ, പ്രത്യേകിച്ച് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് കഴിഞ്ഞ 2014 അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള എല്ലാ കാലഘട്ടത്തിലും കേരളം എന്ന് മാത്രമല്ല എല്ലാ സംസ്ഥാനങ്ങൾക്കും നൽകിക്കൊണ്ടിരിക്കുന്ന വികസന പദ്ധതികളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അതിന്റെ ഫണ്ട് അലോക്കേഷൻ എന്ന് പറയുന്നത് സ്വാഭാവികമായും വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നതിനേക്കാൾ അപ്പുറത്ത് എല്ലാ തരത്തിലുമുള്ള വികസനത്തിന്, അത് അടിസ്ഥാന സൗകര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണെങ്കിലും, ഇനി അതല്ല ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ടാണെങ്കിലും, ഇനി സോഷ്യൽ സ്കീംസുമായി ചേർന്നുകൊണ്ടുള്ള ഡെവലപ്മെന്റിന്റെ കാര്യത്തിലാണെങ്കിലും എല്ലാം
പ്രത്യേകിച്ച് ഒരു വ്യക്തിയെ സംബന്ധിച്ചും ഒരു ബിസിനസിനെ സംബന്ധിച്ചും അവരുടെ അടിസ്ഥാനപരമായ വികസനത്തിന് ഉതകുന്ന തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകളിലും ആക്ടിവിറ്റീസിലും കേരളം ഒരു പ്രത്യേക സംസ്ഥാനം എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളോടും കാണിക്കുന്ന ഒരു നയം 15ാം ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഫണ്ട് അലോക്കേഷന്റെ അടിസ്ഥാനത്തിലാണ്. സ്വാഭാവികമായും കേരളത്തിന് നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന ഒരു ഫണ്ട് അലോക്കേഷനിൽ നിന്ന് 15ാം ധനകാര്യ കമ്മീഷന്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ കുറവ് വന്നിട്ടുണ്ട് എന്ന് നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്യുന്നത് അതിനെ കോമ്പൻസേറ്റ് ചെയ്യുന്നതിനും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായിട്ടുള്ള നഷ്ടങ്ങളെ സംബന്ധിച്ചോ അതല്ലെങ്കിൽ സംസ്ഥാനത്തിനുണ്ടാകുന്ന സാമ്പത്തികപരമായിട്ടുള്ള നഷ്ടങ്ങളെ സംബന്ധിച്ചും നികത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളും ഏറ്റവും കൂടുതൽ അതിന്റെ ഗുണഭോക്താക്കളായി മാറിയിട്ടുള്ളത് കേരള സംസ്ഥാനമാണ്. പ്രത്യേകിച്ച് അടിസ്ഥാന വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതോടൊപ്പം തന്നെ ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെന്റിന്റെ ഭാഗമായി കേരള നാഷണൽ ഹൈവേയുടെ പൊതുവായിട്ടുള്ള സംവിധാനമാണ്. രാജ്യത്തെമ്പാടും നടന്നുകൊണ്ടിരിക്കുന്ന വികസന പ്രക്രിയയുടെ ഭാഗമാണ്. റെയിൽവേ വികസനത്തിന്റെ കാര്യത്തിലാണെങ്കിലും കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണെങ്കിലും സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണെങ്കിലും ഒക്കെ കൊണ്ടുവന്നിട്ടുള്ള പദ്ധതികളും അതിനു വേണ്ടിയിട്ടുള്ള ഡെവലപ്മെന്റും എല്ലാം കേരള സംസ്ഥാനത്തെ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ലെങ്കിൽ കൂടി പൊതുവായിട്ടുള്ള വികസനത്തിന് ശക്തി പകരുന്നതാണ്. ഇപ്പൊ കേരളത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര അനുമതി നേടേണ്ടതോ കേന്ദ്ര സഹായം ഉണ്ടാകേണ്ടതായിട്ടുള്ള എല്ലാ പദ്ധതികൾക്കും യാതൊരു തരത്തിലുള്ള തടസ്സവുമില്ലാതെ കാലാകാലങ്ങളിൽ അനുമതി നൽകുന്നത് മാത്രമല്ല അതിനുള്ള ഫണ്ട് അലോക്കേഷൻ നേരത്തെ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത് ബജറ്റിൽ അലോക്കേഷൻ ഉണ്ടാകും, അതല്ലെങ്കിൽ പദ്ധതികൾ പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഉണ്ടാകും, അതിന് ഫണ്ട് വകയിരുത്തി എന്ന് ബജറ്റിൽ പറയുന്ന കാര്യങ്ങൾ ഉണ്ടാകും. പക്ഷേ അതെല്ലാം പ്രായോഗിക അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ്, പക്ഷേ ഇത്തവണ വളരെ വലിയ പ്രതീക്ഷകളാണ്, വാഗ്ദാനങ്ങൾ അത്ര വലുതാണ്. ഏതാണ്ട് 400 വന്ദേ ഭാരത് ട്രെയിനുകൾ, 200 ബില്യൺ രൂപ ചെലവിൽ ദേശീയ പാതാ വികസനം, 5G സ്പെക്ട്രം, PLI സ്കീമിന് കീഴിൽ 5G ഉപകരണങ്ങളുടെ ഉൽപ്പാദനം തുടങ്ങി ഒട്ടേറെ പ്രതീക്ഷകളാണ് ഈ ബഡ്ജറ്റിനെ സംബന്ധിച്ച് നിലനിൽക്കുന്നത്. ഇതിൽ ഏതെല്ലാം പദ്ധതികൾ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തുമെന്നാണ് താങ്കൾ കരുതുന്നത്? കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിനോട് എക്കാലത്ത് വെച്ചിട്ടുള്ളത് ഇപ്പൊ 2010, 2004, 2014 കാലഘട്ടത്തിലെ ഗവൺമെന്റിനെ നമുക്കറിയാം. 2 ഗവൺമെന്റുകൾ ആ കാലഘട്ടത്തിൽ മാറി വന്നപ്പോഴും കേരളത്തിൽ നിന്ന് ഒരു ഘട്ടത്തിൽ 7 മന്ത്രിമാർ, 8 മന്ത്രിമാർ വരെ പലപ്പോഴായി പല ഡിപ്പാർട്ട്മെന്റുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാർ കേന്ദ്രത്തിൽ നമുക്കുണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം കേരളത്തിൽ നിന്ന് ഒരു മന്ത്രിയോ ഇല്ലാതിരുന്ന കാലഘട്ടത്തിലും കേരളത്തിന്റെ വികസനത്തിന് വേണ്ടി ഏതെങ്കിലും തരത്തിൽ ഒരു പിന്നോട്ട് കാലുവെക്കുന്ന ഒരു സാഹചര്യം കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടായതായി നാം കണ്ടിട്ടില്ല. മറ്റൊന്ന്, അങ്ങ് സൂചിപ്പിച്ചതുപോലെ വികസനത്തിന്റെ കാര്യത്തിലാണെങ്കിലും റെയിൽവേ വികസനത്തിന്റെ കാര്യത്തിലാണെങ്കിലും ഇപ്പോ തൃശ്ശൂരിലും അതുപോലെ തന്നെ കോഴിക്കോടും എറണാകുളത്തും ഒക്കെയുള്ള റെയിൽവേ സ്റ്റേഷനുകളിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ, അതുപോലെ തന്നെ ലൈൻ ഡബിളിംഗുമായി ബന്ധപ്പെട്ടുകൊണ്ടാണെങ്കിലും റെയിൽവേ സ്റ്റേഷനുകളുടെ വികസനത്തിന്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ കൊണ്ടുവന്നിട്ടുള്ള കേരളത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ, അനുവദിച്ചിട്ടുള്ള പദ്ധതികൾ. ഇപ്പൊ വന്ദേ ഭാരത് ട്രെയിൻ അനുവദിക്കുന്ന സമയത്ത് കേരളത്തിൽ 1-ൽ കൂടുതൽ ട്രെയിൻ വേണം എന്നുള്ള ആവശ്യമുണ്ടായിരുന്നു. മറ്റ് പല സംസ്ഥാനങ്ങൾക്കും ലഭിക്കാതിരുന്ന ഘട്ടത്തിൽ കൂടി കേരളത്തിന് 2-ഉം അതിൽ കൂടുതലും ട്രെയിനുകൾ ആദ്യഘട്ടത്തിൽ തന്നെ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായി. അത് ഏത് മേഖലയെടുത്ത് നോക്കിക്കഴിഞ്ഞാലും, അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് ഇപ്പോ കേരളത്തിലെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റാണ് മെട്രോ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ആ മെട്രോയുടെ കാര്യത്തിൽ അനുബന്ധ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാത്രമല്ല എല്ലാ മേഖലകളിലേക്കും ഇപ്പോ എറണാകുളത്ത് അതുവരെ ഉണ്ടായിരുന്ന മെട്രോയുടെ വികസനത്തിൽ നിന്ന് മാറി കേന്ദ്ര ഗവൺമെന്റ് അകമടിഞ്ഞിട്ടുള്ള ഒരു പിന്തുണയോടുകൂടി നടക്കുന്ന വികസനം മെട്രോയുടെ കാര്യത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ എറണാകുളം മുതൽ തെക്കോട്ടേക്കുള്ള ജില്ലകളെ നോക്കിക്കഴിഞ്ഞാൽ നാഷണൽ ഹൈവേയുടെ വികസനം ഏത് തരത്തിൽ മാറി എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. ഇടുക്കി ജില്ലയെ ബന്ധിപ്പിച്ചുകൊണ്ട്, തമിഴ്നാടിനെ ബന്ധിപ്പിച്ചുകൊണ്ട്, സംസ്ഥാന പാതയുമായി ചേർന്നുകൊണ്ട് വന്നിട്ടുള്ള പദ്ധതികളുടെ കാര്യത്തിലാണെങ്കിലും കേന്ദ്ര ഗവൺമെന്റ് നടത്തിയിട്ടുള്ള ഇടപെടലുകളും അതിനുവേണ്ടി അലോക്കേറ്റ് ചെയ്തിട്ടുള്ള ഫണ്ടും അതെല്ലാം കേരളത്തിന്റെ വികസനത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ്. അപ്പൊ നാഷണൽ ഹൈവേയുടെ വികസനം പൊതുവായും അതോടൊപ്പം തന്നെ കേരളത്തിന്റെ എല്ലാ മേഖലയിലുള്ള വികസനത്തിന് കേന്ദ്ര ബജറ്റിൽ ഉൾപ്പെടുത്തേണ്ട പദ്ധതിയിൽ നമുക്ക് അർഹമായിട്ടുള്ളതോ നമ്മളുടെ ബജറ്റ് അലോക്കേഷന്റെ ഫണ്ട് അങ്ങനെ തന്നെ വന്ന് വികസനം നടപ്പാക്കുന്ന പദ്ധതികൾ അത് യാഥാർത്ഥ്യമായി നാം മുന്നിൽ കാണുന്നു എന്നുള്ളതാണ്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചുകൊണ്ടിരുന്നത്. ഒരു കാലഘട്ടത്തിൽ ബജറ്റ് അലോക്കേഷൻ ഉണ്ടെങ്കിൽ പോലും ഫണ്ട് വരുന്നതിനുള്ള കാലതാമസമോ അതല്ലെങ്കിൽ പദ്ധതികൾ കാലതാമസം ഉണ്ടാവുകയോ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്ന് അത് കുറച്ചുകൂടി മാറിയിരിക്കുന്നു. നമ്മുടെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള വികസനം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖല മാത്രം നോക്കിക്കഴിഞ്ഞാൽ
അതിനുവേണ്ടി സ്ഥലമേറ്റെടുക്കുന്ന ആളുകൾക്ക് അതിന് പണം കൊടുക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. വികസനത്തിന്റെ കാര്യത്തിൽ യാതൊരു ഒരു തടസ്സവുമില്ലാത്ത രീതിയിൽ പണി പൂർത്തിയാക്കാൻ പറ്റുന്ന നടപടികൾ നടക്കുന്നു, കമ്മീഷൻ ചെയ്യുന്നു. ശരിയാണ്. അഡ്വക്കേറ്റ് കൃഷ്ണദാസ്, ഞാനൊന്ന് ഇടപെടുകയാണ്. ശ്രീ സൂരജ് നായർ, കപ്പൽ നിർമ്മാണ മേഖലയ്ക്ക് ബഡ്ജറ്റിൽ വിഹിതം വർദ്ധിപ്പിക്കുകയാണെങ്കിൽ നമ്മുടെ കൊച്ചിൻ ഷിപ്പ്യാർഡ് ഓഹരികളിൽ ഒരു കുതിപ്പ് പ്രതീക്ഷിക്കാമോ? ഈ മേഖലയിൽ ശ്രദ്ധിക്കേണ്ട മറ്റ് ഓഹരികൾ ഏതെല്ലാമാണ്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ കൂടുതലും ഇൻഫ്രാസ്ട്രക്ചർ ഭാഗത്തേക്ക് പോകാനാണ് സാധ്യത നമ്മൾ കാണുന്നത്. അതിൻ്റെ ഒന്നാമത്തെ കാര്യം തന്നെ ഈ 2023-24 എക്കണോമിക് സർവേയിൽ പറയുന്നത് ഏതാണ്ട് 2050 അടുക്കുമ്പോഴത്തേക്കും ഏതാണ്ട് 50% ഇന്ത്യൻ പോപ്പുലേഷൻ അർബൻസ് ഏരിയയിലേക്ക്, അതായത് സിറ്റീസിലേക്ക് മൈഗ്രേറ്റ് ചെയ്യും എന്നുള്ളതാണ്. അതുകൊണ്ട് ടിയർ 1 കൂടാതെ ടിയർ 2, ടിയർ 3 സിറ്റീസിനെ ഇങ്ങനത്തെ ഒരു പോപ്പുലേഷൻ്റെ ഒരു വളർച്ചയെ താങ്ങാൻ പറ്റുന്ന രീതിയിൽ സിറ്റിയും അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറും മാറ്റിയെടുക്കണം എന്നുള്ളത് ഗവൺമെൻറ്റിൻ്റെ ഒരു ആവശ്യം തന്നെയാണ്. കാരണം ഗവൺമെൻറ് വിശ്വസിക്കുന്ന ഒരു കാര്യം, ഇൻഫ്രാസ്ട്രക്ചർ സ്പെൻഡിങ് വന്നു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും ജോബ് ഓപ്പർച്യൂണിറ്റീസ് വരും, അതുവഴി ഒരുപാട് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യും, അത് തിരിച്ച് എക്കണോമിയിലെ കൺസംഷൻ്റെ രൂപത്തിൽ തിരിച്ചു വരും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഇമ്പോർട്ടൻസ് ഇൻഫ്രാസ്ട്രക്ചറിന് കൊടുക്കുന്നതാണ്. അതിൻ്റെ കൂടെ ഗവൺമെൻറ് റെക്കഗ്നൈസ് ചെയ്തായിട്ട് ലാസ്റ്റ് 3 to 4 ഇയേഴ്സ് ആയിട്ട് ഗവൺമെൻറ് ഫോക്കസ് ഒരുപാട് ഷിപ്പ് ബിൽഡിംഗ് ഇൻഡസ്ട്രിയിലേക്ക് പോയിട്ടുണ്ട്. ഒരുപാട് ഓർഡേഴ്സ് നമ്മുടെ കൊച്ചിൻ ഷിപ്പ്യാർഡ്, ഗാർഡൻ റീച്ച് പോലെയുള്ള ബിസിനസ്സുകൾക്ക് അല്ലെങ്കിൽ കമ്പനികൾക്ക് ബെനിഫിറ്റ് ആയിട്ടുണ്ട്. മെസഗോൺ ഡോക്കും കൊച്ചിൻ ഷിപ്പ്യാർഡും ഒക്കെ വളരെ വലിയ ഓർഡേഴ്സും മാത്രമല്ല, ഞാൻ അടുത്ത കാലത്ത് മനസ്സിലാക്കിയത് റിപ്പോർട്ടുകൾ വന്നതും റഷ്യൻ ഷിപ്സിൻ്റെയും സബ്മറൈൻസിൻ്റെയും ഓർഡർ വരെ അവരിപ്പോൾ ഏതാണ്ട് നെഗോസിയേഷൻ ലെവലിൽ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇൻഫ്രാസ്ട്രക്ചറിൽ ഷിപ്പിംഗ് മാത്രമല്ല, ഗവൺമെന്റിന്റെ ഈ ഒരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ കാരണം റോഡുകൾ, ബ്രിഡ്ജുകൾ, അത് ഉണ്ടാക്കുന്ന L&T, KNR കൺസ്ട്രക്ഷൻസ്, PNC ഇൻഫ്രാടെക്, ദിലീപ് ബിൽഡ്കോൺ എന്നിങ്ങനെ കമ്പനികൾക്ക് വളരെ ബെനിഫിഷ്യൽ ആണ് ഒരു ഇൻവെസ്റ്ററിന് ഇത് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാവുന്നതാണ്. കൺസ്ട്രക്ഷൻ എക്യുപ്മെന്റ് കമ്പനീസ്, അതായത് ഒരു കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് ആക്ഷൻ കൺസ്ട്രക്ഷൻ എക്യുപ്മെന്റ്സ്, ITD സിമെന്റേഷൻ, സാങ്വി മൂവേഴ്സ്, സിമെന്റ് കമ്പനികളായ ACC, അംബുജ, അൾട്രാടെക്, ഇത് നേരത്തെ നമ്മൾ സംസാരിച്ച പോലെ ഷിപ്പ്യാർഡുകൾ, പോർട്ടുകൾ, അഡാനി പോർട്സ്, JSW ഇൻഫ്ര, പിപ്പാവ പോർട്ട്, എയർപോർട്ടുകൾ, GMR, അഡാനി എന്റർപ്രൈസസ്, റെയിൽവേയുടെ കോൺകോർ, ടിറ്റാഗർ വാഗൺ, ടെക്സ്മാക്കോ, ജൂപ്പിറ്റർ വാഗൺ, IRFC, പിന്നെ അത് കൂടാതെ എനർജി ഇൻഫ്രാസ്ട്രക്ചറും കൂടെ ഗവൺമെന്റ് ഡെവലപ്മെന്റ് ആയിട്ടുണ്ട്. അതായത് പവർ ഗ്രിഡ്, REC, NTPC, ABB, സീമെൻസ്, ഷ്നൈഡർ, ഇതിൻ്റെയൊക്കെ ഓഹരികൾക്ക് തീർച്ചയായിട്ടും ഒരു വലിയൊരു എന്താ പറയുക ഒരു ഇമ്പോർട്ടൻസും അതിൻ്റെതായ ഒരു വെൽത്ത് ക്രിയേഷനും ഇതിനകത്ത് ഹാപ്പൻ ചെയ്യാനുള്ള സാധ്യതകൾ വളരെ ഹൈ ആണ് ഇതിനകത്ത്. അതുമാത്രമല്ല, ഗവൺമെന്റിന്റെ ഒരു പുഷ് ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ മാത്രമായിരിക്കില്ല, ഡിജിറ്റൽ ഇൻഫ്രായും കൂടെ. അതായത് ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ ചെയ്യുന്നതിന്റെ കൂടെ തന്നെ ഏതാണ്ട് മൊബൈൽ ടവർ രംഗത്ത് ഇൻഡസ് ടവേഴ്സ് പോലത്തെ കമ്പനികൾക്ക് വളരെ ബെനിഫിഷ്യൽ ആണ്. രാജ്യമെങ്ങും ഒപ്റ്റിക് ഫൈബർ കൊണ്ട് ഏതാണ്ട് ഒരു കേബിൾ നെറ്റ്വർക്ക് ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്. വേറെ രാജ്യങ്ങളായിട്ട് ബന്ധപ്പെടുത്തേണ്ട, അതിന് ടാറ്റ കമ്മ്യൂണിക്കേഷൻ, HFCL പോലത്തെ കമ്പനികൾ, ഡേറ്റാ സെന്റേഴ്സ്, E2E പോലുള്ള കമ്പനികൾ, കുമിൻസ് പോലത്തുള്ള കമ്പനികൾ, ഇതൊക്കെ ലാർജ്ലി ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചറിനെ ബെനിഫിറ്റ് ചെയ്യുന്ന സ്റ്റോക്കുകളാണ്. ഒരു ഇൻവെസ്റ്ററിന് ഈ വക സ്റ്റോക്കുകൾ ഒരു വാച്ച് ലിസ്റ്റിൽ കീപ്പ് ചെയ്യാവുന്നതാണ്. ശരി, വ്യക്തമാണ്. ഡോക്ടർ ഹരികുമാർ, നമ്മൾ അടിസ്ഥാന സൗകര്യ പദ്ധതികളെ പറ്റി പറയുമ്പോൾ സ്വാഭാവികമായും ഉണ്ടാകാവുന്ന സംശയങ്ങൾ, ആവാസ വ്യവസ്ഥയെ തടസ്സപ്പെടുത്തുന്നു, ജലവായു മലിനീകരണത്തിന് കാരണമാകുന്നു തുടങ്ങി കാലാവസ്ഥാ വ്യതിയാനം വരെ ഉള്ള കാരണങ്ങൾ, ആരോപണങ്ങൾ ഒക്കെ നിലനിൽക്കുന്നുണ്ട്. ഇവയെ എങ്ങനെ അഡ്രസ്സ് ചെയ്യാൻ കഴിയും? കേരളത്തിന്റെ അതാണ് തുടങ്ങിയത് തന്നെയാണ്. കേരളത്തിന്റെ ജിയോഗ്രാഫി എങ്ങനെയാണ് നോക്കുക. മറ്റ് സംസ്ഥാനങ്ങളുടെ രീതിയിലല്ല കേരളം. ഒരു ടെയിൽ പോലത്തെ ഒരു സംസ്ഥാനമാണ് കേരളത്തിൽ നിലനിൽക്കുന്നത്. അതായത് നമ്മൾ നോക്കുകയാണെങ്കിൽ സെൻട്രലിൽ മാത്രമേ അല്പം വിഴുത്തുള്ളൂ, ബാക്കി എല്ലായിടും വിഴുത്ത് കുറഞ്ഞ ഒരു സംസ്ഥാനമാണ് കേരളത്തിൽ. അതേപോലെ തന്നെ ഈ നമ്മൾ ക്ലൈമാറ്റിക് ചേഞ്ച് അല്ലെങ്കിൽ എൻവറോൺമെന്റൽ ഇഷ്യൂസ് എന്ന് പറയുന്ന പ്രശ്നങ്ങളെല്ലാം കേരളത്തിൽ വളരെയധികം മറ്റുള്ള സംസ്ഥാനങ്ങളെക്കാട്ടും കൂടുതൽ വരുന്ന ഒരു പ്രശ്നമാണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ ലാൻഡ് അക്വിസിഷൻ മാത്രം എടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഈ നാഷണൽ ഹൈവേ വരുവാൻ ഇത്രയും താമസം വന്നത്? ലാൻഡ് അക്വിസിഷൻ അതിനകത്ത് വലിയൊരു പ്രോബ്ലമായിട്ട് നിൽക്കുന്നുണ്ട്. അതിന്റെ അതേ സമയത്ത് തന്നെ ലാൻഡ് അക്വിസിഷൻ എന്ന് പറയുന്ന കാരണം എന്തെന്ന് വെച്ചാൽ, നമുക്ക് മറ്റുള്ള സംസ്ഥാനം തമിഴ്നാട്ടിലോ അല്ലെങ്കിൽ കർണാടകയിലോ ആന്ധ്രാപ്രദേശിലോ അല്ലെങ്കിൽ ഏത് സംസ്ഥാനം എടുത്ത് നോക്കുകയാണ് എങ്കിലും അവിടെ ഈ ആവശ്യത്തിനുള്ള ലാൻഡ് കിട്ടാനുള്ള ഒരു സ്ഥിതി കേരളത്തിന് ഇല്ല എന്നുള്ളതാണ്. അതേപോലെ തന്നെയാണ്
ഒരു ഹൈവേ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ മഴക്കാലം വരുമ്പോൾ അതിനുശേഷം വരുന്നത് ഒക്കെയുള്ള എൻവറോൺമെന്റൽ ഇഷ്യൂസ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അതേപോലെ തന്നെ ഒരു ഹൈവേ വളരെ ഫാസ്റ്റ് ട്രാക്ക് ഹൈവേ ഡെവലപ്പ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ അതിന്റെ ഡ്യൂറബിലിറ്റി കൂടുതലാണ്. നമുക്ക് ആ ഡ്യൂറബിലിറ്റി ഇല്ല എന്നുള്ള ഒരു വാസ്തവം കൂടി നമ്മൾ മനസ്സിലാക്കണം. അത് ക്ലൈമറ്റ് ആവാം, നമ്മുടെ പരിസ്ഥിതി പ്രശ്നങ്ങളാവാം, ഒക്കെ ഇതിനകത്ത് നിലകൊള്ളുന്നത്. അപ്പൊ ഇതെല്ലാം നമ്മൾ കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മളൊരു ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെന്റ് എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക്, അല്ലെങ്കിൽ ഈ രീതിയിലുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് നമ്മൾ കടക്കുവാനായിട്ട്. താങ്കളിലേക്ക് മടങ്ങി വരാം. അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ്, 2025 രാജ്യത്തെ എല്ലാ ഗ്രാമങ്ങളിലും ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ ലഭ്യമാക്കുമെന്നും ഹരിത സാങ്കേതിക വിദ്യയും റോഡ് സുരക്ഷയും വർദ്ധിപ്പിക്കുമെന്നുമുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടായിരുന്നു. ബഡ്ജറ്റിൽ അതിനുള്ള തുക വകയിരുത്തുമോ? നമ്മളുടെ ഒരു അനുഭവം വെച്ചിട്ട്, പ്രത്യേകിച്ച് കഴിഞ്ഞ നിർമ്മലാ സീതാരാമന്റെ ബജറ്റിന്റെ കാര്യത്തിലാണെങ്കിലും അതിന് മുൻപുള്ള ബജറ്റുകളുടെ കാര്യത്തിലാണെങ്കിലും ഒക്കെ ഇപ്പൊ നമ്മൾ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ, ഇപ്പൊ കേരളം അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു പ്രത്യേകമായിട്ടുള്ള കാലാവസ്ഥയും അതുപോലെ തന്നെ നമ്മുടെ ഭൂപ്രകൃതിയും നമ്മളുടെ സ്ഥിതിയും ഒക്കെ ഒരു രീതിയിലാണ് നമ്മൾ കണക്കാക്കിയാൽ പോലും അവിടുത്തെ ലാൻഡ് അവൈലബിലിറ്റിയെ സംബന്ധിച്ചോ ലാൻഡ് ഏറ്റെടുക്കുന്നതിനെ സംബന്ധിച്ചോ വികസന പദ്ധതികൾക്കുള്ള മറ്റ് സാഹചര്യങ്ങളുടെ തടസ്സങ്ങളെ സംബന്ധിച്ചോ ഒക്കെ കൺസിഡർ ചെയ്താലും അതിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് ഇതൊന്നുമില്ലാത്ത സംസ്ഥാനങ്ങളുണ്ടല്ലോ, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ. ആ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ബോർഡർ റോഡിന്റെ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതുപോലെ തന്നെ ആ സംസ്ഥാനങ്ങളിലേക്കുള്ള ഇൻഫ്രാസ്ട്രക്ചറിന്റെ വികസനം, ഇത് രണ്ടും നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങൾക്കും എങ്ങനെയാണ് ഒരു പൊതുവായിട്ടുള്ള മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിൽ അതാത് സംസ്ഥാനങ്ങളെ പൂർണ്ണമായിട്ടും ഒരു ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെന്റിന്റെ ഭാഗമാക്കി മാറ്റാൻ കഴിയുക എന്നുള്ളത് നമുക്കൊരു ഉദാഹരണമായി തന്നെ കാണാൻ കഴിയും. ഇപ്പൊ ഒപ്റ്റിക്കൽ ഫൈബറിന്റെ കാര്യത്തിലാണെങ്കിലും മറ്റ് പൊതുവായിട്ടുള്ള വാർത്താവിതരണ രംഗത്തോ മറ്റ് മേഖലകളിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വികസന പദ്ധതികൾ, അതിൽ ഞാനൊരു ഒറ്റ ഉദാഹരണം കൂടി കാണിക്കാൻ ആഗ്രഹിക്കുന്നത്, ഒരു കാലഘട്ടത്തിൽ നമ്മളുടെ ബാങ്കിങ് മേഖലയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ കഴിയുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. അതല്ലെങ്കിൽ അതിനുള്ള സാഹചര്യങ്ങൾ ഉരുത്തിരിച്ചെടുക്കാമായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന തടസ്സം നമ്മളുടെ സിസ്റ്റം മാറുക എന്നുള്ളതായിരുന്നു. അവിടെ സീറോ ബാലൻസ് അക്കൗണ്ടിനെ സംബന്ധിച്ചാണെങ്കിലും സീറോ ബാലൻസ് അക്കൗണ്ടിങ് സിസ്റ്റത്തെ സംബന്ധിച്ചാണെങ്കിലും ഒക്കെ നമ്മളുടെ ഒരു സിസ്റ്റം മാറി വന്നിരിക്കുന്നു. അക്കൗണ്ട് തുടങ്ങാനുള്ള സാഹചര്യങ്ങളൊക്കെ മാറ്റി വന്നിരിക്കുന്നു. അതുപോലെ UPI വന്ന സമയത്ത് നമ്മൾ എല്ലാവരും ആശങ്കയോടെ കണ്ടുകൊണ്ടിരുന്നത് അങ്ങനെ ഒരു താഴെത്തട്ടിലുള്ള ബാങ്കിങ് മേഖലയിലേക്ക് അതിനെ വ്യാപകമായി എത്തിക്കാൻ കഴിയുമോ? എപ്പോഴും വിമർശനമായി വന്നുകൊണ്ടിരുന്നതും സർക്കാരിനെതിരെയുള്ള വിമർശനമായി വന്നുകൊണ്ടിരുന്നതെല്ലാം ആ തരത്തിൽ ഇന്ത്യയിലെ ഇക്കോണമിയിൽ താഴെത്തട്ടിലെ പ്രത്യേകിച്ച് അക്കൗണ്ട് ഇല്ലാത്ത ആളുകളെ സംബന്ധിച്ച് അവർക്ക്, കാരണം നമ്മളുടെ ബാങ്ക് അക്കൗണ്ടുകളെ സംബന്ധിച്ചുള്ള പരിമിതി നമുക്കുണ്ടായിരുന്നു. അപ്പൊ അക്കൗണ്ട് ഇല്ലാത്ത ആളുകളെ സംബന്ധിച്ച് UPIയിലേക്ക് മാറുക, അതല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ ബാങ്കിങ് സിസ്റ്റത്തിലേക്ക് മാറുക എന്നുള്ളത് കുറച്ച് പ്രയാസകരമാണ് എന്ന് ചിന്തിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് നമ്മൾ മാറിയിരിക്കുന്നു. പച്ചക്കറി കച്ചവടക്കാർ മുതൽ സാധാരണ കച്ചവടക്കാർ മുതൽ എല്ലാ മേഖലകളിലേക്കും ആ ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാറിയിരിക്കുന്നു. അതുപോലെ തന്നെയുള്ള ഇപ്പൊ അങ്ങ് സൂചിപ്പിച്ചതുപോലെയുള്ള ഇനത്തിലാണെങ്കിലും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന മറ്റ് മേഖലകളിലെ സേവനങ്ങളെ സംബന്ധിച്ചും വികസനത്തെ സംബന്ധിച്ചും അത് കുറച്ചുകൂടി കാര്യക്ഷമമായി താഴെത്തട്ടിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളത് സ്വാഭാവികമായും എല്ലാ മേഖലയിലുമുള്ള വികസനത്തിന്റെ ഭാഗം തന്നെയാണ്. അപ്പൊ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമ്മളുടെ ഡെവലപ്മെന്റൽ സിസ്റ്റത്തിൽ കൊണ്ടുവരുന്ന അതിന്റെ പദ്ധതികളിൽ കൊണ്ടുവരുന്ന മാറ്റം അത് താഴെത്തട്ടിലേക്ക് ഒരു നമ്മൾ നേരത്തെ കണ്ടിരുന്ന കാലഘട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ രാജീവ് ഗാന്ധി ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ എക്കണോമിക് സ്റ്റാറ്റിസ്റ്റിക്സിൽ അദ്ദേഹം പറഞ്ഞത്, 1 രൂപ നമ്മൾ ചെലവാക്കുമ്പോൾ അതിന്റെ എത്ര പൈസ, ഞാനതിന്റെ പെർസെന്റേജ് പറയാത്തത് അത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോ അല്ലെങ്കിൽ ഭരണ സംവിധാനത്തെയോ കുറ്റപ്പെടുത്തുന്നതാണെന്ന് തോന്നുമെന്നുള്ളത് കൊണ്ടാണ്. പക്ഷെ അതിന്റെ എത്ര പെർസെന്റേജ് പൈസ താഴെത്തട്ടിലെ വികസനത്തിലേക്ക് എത്തുന്നു എന്ന് ചോദിച്ചാൽ അത് അദ്ദേഹം സൂചിപ്പിച്ച സാഹചര്യങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. അപ്പോൾ ഒരു തട്ടിൽ വികസനം എത്തിക്കാൻ വേണ്ടി നടക്കുന്ന ശ്രമത്തിൽ പല തട്ടുകളിലായി പണം കൈമാറ്റം ചെയ്യപ്പെടുന്നു, അതല്ലെങ്കിൽ ദുരുപയോഗം ചെയ്യപ്പെടുന്നു എന്നുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. മാറ്റം വന്നിരിക്കുന്നു എന്നാണ് നാം കാണുന്നത്. പണത്തിനെ സംബന്ധിച്ച് അതിന്റെ വിപുലമായിട്ടുള്ള പദ്ധതികൾ തയ്യാറാക്കി നടപ്പാക്കുമ്പോൾ പോലും, വലിയ പദ്ധതികൾ പ്രഖ്യാപിക്കുമ്പോൾ പോലും അതിൽ ആ തരത്തിലുള്ള ഒരു ആരോപണത്തിനോ ആ തരത്തിലുള്ള ഒരു സാഹചര്യത്തിനോ ഇടമില്ലാതായിരിക്കുന്നു എന്നുള്ളതാണ്. ഉദാഹരണത്തിന് നമ്മൾ
അഡ്വക്കേറ്റ് കൃഷ്ണദാസ്, ഞാനൊന്ന് ഇടപെടുകയാണ്. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ശ്രീ ഡിജോ കാപ്പൻ. ഹലോ. ആ, കേൾക്കാം. PM ഗതിശക്തി 3ാം ഘട്ട പാക്കേജിലാണ് നമ്മുടെ ശബരിമല വിമാനത്താവള പദ്ധതി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കേരളത്തിന്റെ അടിസ്ഥാന മേഖലയ്ക്ക് മറ്റെന്തെല്ലാം ഈ ബഡ്ജറ്റിൽ നിന്ന് പ്രതീക്ഷിക്കാം? അല്ല, കേരളത്തിന്റെ അടിസ്ഥാന വികസനത്തിന് കേന്ദ്രത്തിൻ്റെതായ കോൺട്രിബ്യൂഷൻ എത്രമാത്രം വരും എന്നുള്ളതിനെ കുറിച്ച് കേന്ദ്രത്തിന്റെ ഒരു ധനകാര്യ സുസ്ഥിരയും കൂടെ നമ്മൾ നോക്കണം. നമ്മുടെയൊക്കെ പിതാവിന്റെ കയ്യിൽ ആവശ്യാനുസരണത്തിന് പണം ഉണ്ടെങ്കിൽ നമുക്ക് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത്, അല്ലെ കോളേജിൽ പഠിക്കുന്ന കാലത്തൊക്കെ നമുക്ക് ടൂർ പോകാനും അല്ലെങ്കിൽ അതുപോലത്തെ ചെറിയ ആർഭാടങ്ങൾക്കൊക്കെ പണം കൂടുതൽ തരും. പക്ഷെ പിതാവിന്റെ കയ്യിൽ പണമില്ലാതെ വന്നാൽ ഈ വർഷം നീ ടൂർ പോകണ്ടെന്ന് പറയും എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മളൊരു ഫെഡറൽ സിസ്റ്റമാണ്. ആ ഫെഡറൽ സിസ്റ്റത്തിൽ കേന്ദ്രത്തിന്റെ സ്ഥിതി അത്ര സന്തോഷകരമല്ലെന്നുള്ളതാണ്. അതായത് കഴിഞ്ഞ ബഡ്ജറ്റില് ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി അവകാശപ്പെട്ടിരുന്നത് നമ്മുടെ വളർച്ച 7.3% ആയിരിക്കും എന്നായിരുന്നു. പക്ഷേ ഇപ്പൊ 2ാം പാദത്തിൽ GDPയുടെ വളർച്ച എന്ന് പറയുന്നത് 5.4% ഉള്ളൂ എന്നാ പറയുന്നത്. അപ്പൊ IMFന്റെ ഒക്കെ കണക്കനുസരിച്ച് പോലും ഏതാണ്ട് 6.5 കൂടുതൽ വളർച്ച ഉണ്ടാവില്ല. അപ്പം അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഒരു വിഹിതം അതിൻ്റെതായ രീതിയിൽ കുറഞ്ഞു പോകും എന്നുള്ളത് തന്നെയാണ്. ഇപ്പൊ നമ്മൾ ചോദിച്ചിരിക്കുന്ന കേരളം 24,000 കോടി രൂപയുടെ പ്രത്യേക പാക്കേജാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അത് തന്നെ പലതരത്തിൽ ആണ് അതിന്റെ ഒരു ചോദിച്ചിരിക്കുന്നത്. ശബരിമല വികസനത്തിന്റെ കാര്യത്തിലാണെങ്കിലും സിൽവർ ലൈനിന്റെ കാര്യത്തിലാണെങ്കിലും അതുപോലെ തന്നെ വയനാട് പാക്കേജിന് 2,000 കോടി രൂപ ചോദിച്ചിരിക്കുന്നു. പക്ഷെ ഇതൊക്കെ തരണമെങ്കിൽ സ്വാഭാവികമായിട്ടും ഞാൻ മുമ്പേ പറഞ്ഞ പിതാവിന്റെ ഒരു സ്ഥാനം, അല്ലെ പിതാവിന്റെ കയ്യിലുള്ള പണത്തിന്റെ ഒരു ലഭ്യത എത്രമാത്രം ഉണ്ടെന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നത്, നമുക്കറിയാം ഇന്ത്യ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ സ്വർണം വിദേശ രാജ്യങ്ങളിൽ കൊണ്ട് പണയം വെച്ച് പണം കൊണ്ടുവരുന്ന ഒരു കാലഘട്ടത്തിലാണ് അന്ന് അവിചാരിതമായി ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ട് നരസിംഹറാവു വരുന്നത്. അദ്ദേഹത്തിന്റെ ഒരു സെലക്ഷൻ ഉണ്ടായിരുന്നു ധനകാര്യമന്ത്രിയായിട്ട്. അദ്ദേഹം മൻമോഹൻ സിംഗിനെയായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു ടീം വന്നതായിരുന്നു എഴുന്നേക്കുന്നത് പോലെ ഇന്ത്യയുടെ ഒരു വളർച്ച. അതിനുശേഷം നമുക്കറിയാം ലോകം ബഹുമാനിക്കപ്പെടുന്ന ഒരു സയന്റിസ്റ്റ് പ്രസിഡന്റായിട്ട് ഇന്ത്യയിൽ വന്നു. അതുപോലെ തന്നെ ലോകം ബഹുമാനിക്കുന്ന ധനശാസ്ത്രജ്ഞൻ മൻമോഹൻ സിംഗ് വന്നു. പിന്നെ അദ്ദേഹം തന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി. അപ്പൊ അന്നൊക്കെ നല്ലൊരു വിഷൻ ഉണ്ടായിരുന്നു. എനിക്ക് ഈ ഗവൺമെന്റിനോട്, അല്ലെങ്കിൽ ഏത് ഗവൺമെന്റ് വന്നാലും എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, നമ്മുടെ ഇന്ത്യയിലെ ഇതുപോലെ ബഡ്ജറ്റ് ഡിസ്കഷൻ ഇപ്പോൾ ഇതുപോലെയുള്ള നിങ്ങളെ പോലെയുള്ള ഒരു ചാനലുകൾ പോലും കാണിക്കുന്ന ഒരു താല്പര്യം നമ്മുടെ സംസ്ഥാന കേന്ദ്ര ധനകാര്യമന്ത്രിമാര് കാണിക്കുന്നില്ല എന്ന് എനിക്കൊരു ദുഃഖമുണ്ട്. നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ IIT-യിലെയും IIM-ലെയും പ്രോഡക്ട്സിനോട് ചോദിക്കണം, ഇതാ ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഒരു സ്ഥിതി. IMF ഒക്കെ പറയുന്നു നമ്മുടെ വളർച്ച നമ്മൾ ഉദ്ദേശിച്ച കഴിഞ്ഞ ബഡ്ജറ്റിൽ പറഞ്ഞ പോലെ വന്നില്ല. നിങ്ങൾക്ക് എന്ത് നിർദ്ദേശങ്ങൾ പറയാനുണ്ട്? IIM-ലും IIT-ലും ഒക്കെ പഠിക്കുന്ന ആളുകൾ, അവിടെ പഠിപ്പിക്കുന്ന അധ്യാപകര് ഒക്കെ എന്ന് പറയുന്നത് നമ്മളെക്കാൾ, ഇപ്പൊ ഞാനൊക്കെ വെറും ഒരു കൺസ്യൂമർ ലൈനിൽ ചിന്തിക്കുന്ന ആളായിരിക്കും. പക്ഷെ അവരെ സംബന്ധിച്ച് അതങ്ങനെയല്ല. അവരെ സംബന്ധിച്ച് ഈ ലോകത്തിന്റെ ഓരോ ചലനവും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ്. അവർക്ക് എങ്ങനെ ലോകത്തിന്റെ മുന്നിൽ നമുക്ക് മുന്നേറാൻ കഴിയും എന്നുള്ളതിനെ കുറിച്ച് അവരോടൊരു അഭിപ്രായം ചോദിക്കേണ്ടത്. അതുപോലെ തന്നെ ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ കക്ഷികളിൽ എല്ലാവരോടൊന്നും ചോദിക്കണമെന്നില്ല ഞാൻ പറഞ്ഞേ. അതിനകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ തയ്യാറുള്ളവരോട് ഇതാണ് ഇന്നത്തെ നമ്മുടെ സ്ഥിതി. ആ സ്ഥിതിയിൽ നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ള ഒരു ചർച്ച ഈ ബഡ്ജറ്റിന് മുമ്പ് നടത്തേണ്ടതായിരുന്നു. ഇപ്പൊ ഇൻഡസ്ട്രിയലുകളോടും ഒക്കെ ചോദിക്കുന്നുണ്ടെങ്കിൽ പോലും അവർക്ക് ഡിജോ കപ്പൻ, ഈ ചർച്ചയിൽ പങ്കെടുത്ത ഡോക്ടർ ഹരികുമാർ പറഞ്ഞൊരു അഭിപ്രായമുണ്ട്. അദ്ദേഹം പറയുന്നത് ബഡ്ജറ്റിൽ ഫണ്ട് അനുവദിച്ചാൽ കൂടി കേരളം പോലൊരു സ്ഥലത്ത് ഇപ്പം ലാൻഡ് അക്വിസിഷൻ്റെ ഒക്കെ പ്രശ്നങ്ങളുണ്ട്. ഇത്തരത്തിലുള്ള എതിർപ്പുകൾ കൊണ്ട് കാര്യമായ രീതിയിൽ പ്രവർത്തനം നടക്കുന്നില്ല എന്നുള്ളതാണ് അവർ സൂചിപ്പിച്ച ഒരു അഭിപ്രായം. അല്ല, അതിപ്പം കോട്ടയം ജില്ലാ പഞ്ചായത്തിന് സംസ്ഥാന ഗവൺമെന്റ് അനുവദിച്ച ഫണ്ട് തിരിച്ചെടുത്തു. അതായത് 20%, 25% പണമേ വിനിയോഗിച്ചിട്ടുള്ളൂ. അപ്പൊ സംസ്ഥാന ഗവൺമെന്റ് തിരിച്ചെടുത്തു. നമ്മൾ കേന്ദ്ര ഗവൺമെന്റ് തിരിച്ചെടുക്കുന്നതിനെ കുറിച്ച് പരാതിപ്പെടുന്നവരാണല്ലോ. അപ്പൊ നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് ഒരു ജില്ലാ പഞ്ചായത്തിനെ ഏൽപ്പിച്ച പണം അവർക്ക് യഥാസമയം ചെലവഴിക്കാൻ കഴിയുന്നില്ല. കേരളത്തിന്റെ എന്നത്തെ ശാപം ഞാനിത് പലപ്പോഴും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. നമ്മളെപ്പോഴും ഫണ്ട് എപ്പോഴാണ് ചെലവഴിക്കുന്നത്? മാർച്ച് മാസത്തിൽ തന്നെയാണ് നമ്മുടെ പണത്തിന്റെ വിനിയോഗിക്കപ്പെടുന്നതിന്റെ ഒരു 70. അപ്പൊ അത് കർമ്മം കഴിക്കുക എന്ന് പറയും. അതായത് ഉദ്യോഗസ്ഥന്മാരെയൊക്കെ മുകളിൽ നിന്ന് ഭീഷണിപ്പെടുത്തും. അപ്പൊ പെട്ടെന്ന് ഒരു തട്ടിക്കൂട്ട് സംവിധാനം ഉണ്ടാക്കി നമ്മുടെ പണം, അപ്പൊ ആ പണം കുറെയൊക്കെ ചെറിയ ഇടവഴികളിൽ കൂടി ഒഴുകിപ്പോകും. അത് ജനങ്ങളിലോട്ട് കൃത്യമായിട്ട് എത്തുന്നില്ല. എനിക്ക് മുമ്പേ
ബഹുമാനപ്പെട്ട ഒരു പാനലിസ്റ്റ് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധിയെ കുറിച്ച് പറഞ്ഞു, ഇന്ത്യയിലെ മുടക്കുന്ന പണത്തിന്റെ ഇത്ര % റോഡിൽ വരുന്നുള്ളൂ എന്നൊക്കെ അദ്ദേഹം പറഞ്ഞത് വലിയ എല്ലാ മാധ്യമങ്ങളും ഒന്ന് കൊട്ടിഘോഷിച്ചാണ്. അപ്പൊ അത് ഇവിടുത്തെ നമ്മുടെ ഭരണചക്രത്തിന്റെ ഏറ്റവും വലിയ കുഴപ്പമാണ്. ഇവിടെ ഫയലൊക്കെ ഒരു ജമ്പിങ് സിസ്റ്റം വേണമെന്ന് നയനാരൊക്കെ പണ്ട് മുതൽ പറയുന്നതാണ്. അദ്ദേഹമൊക്കെ ഒരു ഇടതുപക്ഷ ആളാണെങ്കിൽ പോലും ഇവിടെ സെക്ഷനിൽ നിന്ന് എഴുതി വരുന്ന ഫയല് അത് മുകളിലോട്ട് വന്ന് എസ്ഒ കണ്ട് ജോയിന്റ് സെക്രട്ടറി, അണ്ടർ സെക്രട്ടറി, അങ്ങനെ മുകളിലോട്ട് പോയി പ്രിൻസിപ്പൽ സെക്രട്ടറി, ചീഫ് സെക്രട്ടറി കണ്ട് ക്യാബിനറ്റിൽ വന്ന് പിന്നെയും അതേ റൂട്ടിൽ കൂടെ സഞ്ചരിക്കുക. അതിന് കാര്യമില്ല. ഇവരൊക്കെ കണ്ടുപോയ ഫയലല്ലേ. മുകളിൽ നിന്ന് ഉത്തരവ് വന്നു കഴിഞ്ഞാൽ അത് നേരെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ തന്നെ ഈ പണക്രയം യഥാസമയം വിനിയോഗിക്കാൻ കഴിയും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അപ്പൊ നമ്മുടെ സിസ്റ്റം കാലത്തിനൊത്ത് മാറുന്നില്ല എന്നുള്ളത്, നമ്മുടെ ഭരണക്രമം കാലത്തിനൊത്ത് മാറുന്നില്ല എന്നുള്ളത് നമ്മൾ അടിയന്തരമായി നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം വ്യക്തമാണ്. ശ്രീ ഡിജോ കാപ്പൻ, ഞാൻ ഇടപെടുകയാണ്. അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ്, ബഡ്ജറ്റിൽ പദ്ധതികൾ പ്രഖ്യാപിച്ചാലും തുക അനുവദിക്കാൻ ഗവൺമെന്റിന്റെ കയ്യിൽ പണമില്ല എന്നുള്ള ഡിജോ കാപ്പന്റെ അഭിപ്രായത്തോട് താങ്കൾ എങ്ങനെ പ്രതികരിക്കുന്നു? അല്ല, ഞാന് അതിനോട് പ്രതികരിക്കുക എന്നുള്ളതല്ല, അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയുക എന്നുള്ളതാണ്. അതില് ഏതെങ്കിലും തരത്തിൽ പണം അനുവദിക്കാത്തതുണ്ടോ അല്ലെങ്കിൽ കിട്ടാത്തതുണ്ടോ എന്നൊക്കെ ഉള്ളത് പരിശോധിക്കപ്പെടേണ്ടതോ അതല്ലെങ്കിൽ ഗവൺമെന്റ് ആവശ്യപ്പെടേണ്ടതോ ആണ്. ഞാൻ അതിനെക്കുറിച്ചല്ല പറയാൻ ആഗ്രഹിക്കുന്നത്. മറിച്ച് ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് ഒരു പദ്ധതി പ്രഖ്യാപിക്കുന്നു, അതിന് ഫണ്ട് അലോക്കേഷൻ നടത്തുന്നു, അത് പൂർത്തിയാക്കപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട വിഷയം. സമയബന്ധിതമായി പൂർത്തിയാക്കപ്പെടുന്നുണ്ടോ? നമ്മളുടെ മുന്നിലുള്ള ഉദാഹരണങ്ങൾ അല്ലെങ്കിൽ നമ്മളുടെ മുന്നിലുള്ള അനുഭവങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി, ഞാൻ അതിന്റെ പീരീഡ് ഒന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, ഏത് വർഷം എങ്ങനെ തുടങ്ങി എന്നൊക്കെ ഉള്ളതല്ല, പക്ഷേ പ്രഖ്യാപിക്കപ്പെടുന്ന പദ്ധതികളാണെങ്കിലും തുടങ്ങി വെക്കുന്ന പദ്ധതികളാണെങ്കിലും അത് സമയബന്ധിതമായി എന്ന് പറഞ്ഞാൽ 1 വർഷം കൊണ്ട് തീരുമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു 2 മാസം കൂടുതൽ എടുക്കുമായിരിക്കും, 3 മാസം കൂടുതൽ എടുക്കുമായിരിക്കും. 2 വർഷം കൊണ്ട് തീരുമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു 6 മാസം വരെ കൂടുതൽ എടുക്കുമായിരിക്കും. പക്ഷെ ആ പദ്ധതികൾ പൂർത്തീകരിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട വിഷയം. അതിനുവേണ്ടി ഏതെങ്കിലും തരത്തിൽ പണമില്ല എന്നുള്ളതിന്റെ പേരിൽ നമ്മളുടെ ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെന്റ് എവിടെയെങ്കിലും അടുത്ത കാലത്ത് നിന്നു പോയതായി എന്റെ ശ്രദ്ധയിൽ വന്നിട്ടില്ല. ഞാൻ അതുകൊണ്ടാണ് അദ്ദേഹത്തോട് ചെയ്യുന്നില്ല, അതിനപ്പുറത്തേക്ക് ഞാൻ എന്റെ ഭാഗം ആഡ് ചെയ്യുന്നത് മാത്രമേ ചെയ്യുന്നുള്ളൂ എന്ന് പറയാൻ കാരണം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ സാഗർമാല പദ്ധതിയുടെ കാര്യത്തിലാണെങ്കിലും അങ്ങ് നേരത്തെ ചോദിച്ച PM ഗതിശക്തി പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണെങ്കിലും ഭാരത് മാല പദ്ധതിയുടെ ഭാഗമായിട്ടൊക്കെ ആണെങ്കിലും നമ്മൾ കൊണ്ടുവന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള പദ്ധതികൾ, ആ പദ്ധതികൾ സുഗമമായി നടക്കുന്നു എന്നുള്ളതാണ്. അതിന് സംസ്ഥാനത്തിന്റെ ബാരിയേഴ്സ് ഇല്ല, അതിർവരമ്പുകളില്ലാതെ എല്ലാ സംസ്ഥാനങ്ങളെയും ബന്ധിപ്പിക്കുന്ന പദ്ധതികൾ നടപ്പാക്കപ്പെടുന്നു എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ഭാരത് മാല പദ്ധതിയിലെല്ലാം പ്രഖ്യാപിച്ചിട്ടുള്ള പദ്ധതികൾ ഒരു സംസ്ഥാനത്തിനെ മാത്രം, ഏതെങ്കിലും ഒരു ഏരിയയെ മാത്രം കോർത്തിണക്കിക്കൊണ്ടുള്ളതല്ല, മുഴുവൻ പ്രദേശങ്ങളെയും, ആ പദ്ധതി ചെയ്യുന്ന മുഴുവൻ പ്രദേശങ്ങളെയും കോർത്തിണക്കിക്കൊണ്ട് പൂർത്തിയാക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോ അതിൽ ഏറ്റവും അടുത്ത കാലത്തുണ്ടായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഡെവലപ്മെന്റ്, ബോംബെയിൽ തന്നെ നമ്മൾ അടുത്ത കാലത്ത് പോയിട്ടുള്ള ആളുകൾക്ക് അറിയാമല്ലോ, പ്രഖ്യാപിച്ചിട്ടുള്ള എത്രയോ റിംഗ് റോഡുകൾ, കടലിനടിയിലൂടെ പോകുന്ന അടൽ പദ്ധതി അടക്കം. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ബോർഡർ റോഡിനെ കുറിച്ച് സൂചിപ്പിച്ചത്. നമ്മുടെ അതിർത്തി സുരക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണെങ്കിൽ പോലും മറ്റു രാജ്യങ്ങളുടെ അതിർത്തി, പ്രത്യേകിച്ച് ചൈനയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ബംഗ്ലാദേശുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെയുള്ള അതിർത്തി മേഖലകളിൽ നമ്മളുടെ ബോർഡർ റോഡ് എന്ന് പറയുന്നത് നമ്മൾ യാഥാർത്ഥ്യമാക്കി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. പദ്ധതി പ്രഖ്യാപിക്കുക മാത്രമല്ല, ഇപ്പൊ കേരളത്തിൽ അത് ഞാൻ നേരത്തെയും ഒരു ഉദാഹരണം സൂചിപ്പിച്ചത്, കേരളത്തിലൊക്കെ ഒരു വന്ദേ ഭാരത് വേണമെന്ന് നമ്മൾ ആദ്യം ആവശ്യപ്പെട്ടപ്പോൾ അടുത്തടുത്തായി 2-3 വന്ദേ ഭാരതുകൾ വരുന്ന സാഹചര്യം ഉണ്ടായി. അപ്പൊ വന്ദേ ഭാരത് ട്രെയിനിന്റെ കാര്യത്തിൽ മാത്രമല്ല, റെയിൽവേ സ്റ്റേഷനുകൾ, കേരളത്തിലൂടെ യാത്ര ചെയ്യുന്ന റെയിൽവേ സ്റ്റേഷനുകളുടെ വികസനം എത്രത്തോളം മാറിയിരിക്കുന്നു, അതിന് പദ്ധതികൾ എത്രത്തോളം കൃത്യമായി നടപ്പാക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതല്ലേ. ഇനി റെയിൽവേ ഓവർ ബ്രിഡ്ജുകൾ, ഒരു കാലഘട്ടത്തിൽ ശ്രീ O രാജഗോപാൽ റെയിൽവേ സഹമന്ത്രി ആയിരിക്കുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ റെയിൽവേ ഓവർ ബ്രിഡ്ജുകൾ പ്രഖ്യാപിക്കപ്പെട്ടത്. ഇപ്പൊ നമ്മളുടെ നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിന്റെ സ്ഥല ലഭ്യത ഒക്കെ കുറവാണ് എന്ന് നമ്മൾ പറയുന്ന സമയത്ത് പോലും നമ്മൾ ഏറ്റെടുത്തിട്ടുള്ള സ്ഥലത്ത് ആ നാഷണൽ ഹൈവേയുടെ വികസനം എത്ര ദ്രുതഗതിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, എല്ലാ ജില്ലകളെ സംബന്ധിച്ചും എല്ലാ മേഖലകളെ സംബന്ധിച്ചും. അപ്പൊ ഫണ്ട് ഇല്ല എന്നുള്ളതല്ല, ഫണ്ട് അലോക്കേറ്റ് ചെയ്യപ്പെടുന്ന സ്ഥലങ്ങളിൽ അത് കൃത്യമായി ചെലവാക്കപ്പെട്ട സൂചിപ്പിച്ചതിനോട് ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇപ്പോൾ ഫണ്ട് അലോക്കേഷൻ നടത്തി കഴിഞ്ഞാൽ അത് ഉപയോഗിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ്. ശ്രീ ഡിജോ കാപ്പൻ സൂചിപ്പിച്ച സമയത്ത് അദ്ദേഹം വയനാടിന്റെ പുനരധിവാസം അടക്കമുള്ള കാര്യങ്ങൾക്ക് 2000 കോടി ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. സംസ്ഥാന ഗവൺമെന്റ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാളിതുവരെ നമ്മുടെ അറിവനുസരിച്ച് മന്ത്രിസഭാ യോഗം വിഭാവനം ചെയ്തിട്ടുള്ള ഒരു പദ്ധതിയുടെ എമൗണ്ട് തന്നെ 635 കോടി രൂപയാണെന്നാണ് അവർ പറയുന്നത്. അപ്പൊ നമ്മൾ ആവശ്യപ്പെടുന്നതിന് ഏതെങ്കിലും തരത്തിലുള്ള താരതമ്യം യഥാർത്ഥത്തിൽ അതിന്റെ ചെലവുമായിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതാണ്. ഇപ്പോ കേരളത്തിന് ശരി കാപ്പൻ,
ഹലോ. ശ്രീ ഡിജോ കാപ്പൻ, അടിസ്ഥാന മേഖലയുമായി ബന്ധപ്പെട്ട മറ്റൊരു വിഷയം സ്വകാര്യവൽക്കരണമാണ്. അത് ഗവൺമെന്റിന്റെ പദ്ധതിയിൽ നിലവിലുള്ളതാണ്. വിമാനത്താവളങ്ങളുടെ സ്വകാര്യവൽക്കരണ നിർദ്ദേശം ഈ ബഡ്ജറ്റിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? സ്വാഭാവികമായിട്ടും ഉണ്ടാകും. അതായത് നമ്മൾ തിരുവനന്തപുരം എയർപോർട്ട് സ്വകാര്യ കമ്പനിക്ക് വിട്ടുകൊടുത്തതിനെതിരായിട്ട് കേരളത്തിലെ 140 MLA-മാരും കൂടെ കൈപൊക്കി. ഞാൻ അന്ന് അതിനെ നഖശിഖാന്തം എതിർത്തെന്ന് പറഞ്ഞാൽ എന്റെ അഭിപ്രായം, വികസനം വരുന്ന കാര്യത്തിൽ സ്വകാര്യ മേഖലയാണോ പൊതുമേഖലയാണോ എന്ന് നോക്കിയിട്ട് ഏതാണോ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്നത്. ഇപ്പൊ കേരളത്തിൽ 54 പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന ലാഭം എന്ന് പറയുന്നത് 470 കോടി രൂപയാണ്. പക്ഷെ മറ്റൊരു 55 പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന നഷ്ടം എന്ന് പറയുന്നത് 4000 ചില്ലാനും കോടി രൂപയാണ്. അപ്പൊ ഇത് 1-2 വർഷം നഷ്ടത്തിൽ പോട്ടെ, അല്ലെ 4-5 വർഷം നഷ്ടത്തിൽ പോട്ടെ, പക്ഷെ 10-15 കൊല്ലമായിട്ട് നഷ്ടത്തിൽ പോകുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ജനങ്ങളുടെ നികുതി പണം എടുത്തു കൊടുത്ത് നിലനിർത്തുന്നതിനകത്ത് എന്തർത്ഥമായിരിക്കുന്നത്? ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്, നമ്മുടെ തിരുവനന്തപുരം എയർപോർട്ടിൽ നേരത്തെ സ്വകാര്യ കമ്പനിക്ക് കൊടുക്കുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നതിന് ഇരട്ടി കൂടുതൽ ഫ്ലൈറ്റ് ഓപ്പറേഷൻ ഇപ്പോൾ വന്നു കഴിഞ്ഞു. എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും തിരുവനന്തപുരത്തേക്ക് യാത്രക്കാർ കൂടുതൽ വരികയും, നഷ്ടത്തിൽ ഏതൊക്കെയാണെങ്കിലും ആ സ്വകാര്യ കമ്പനി പ്ലെയിൻ ഓടിക്കുകയല്ലോ, അപ്പൊ കൂടുതൽ യാത്രക്കാർ വരുന്നുണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. ഇപ്പം നമ്മളൊക്കെ പണ്ട്, ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഹീറോ പേന പോക്കറ്റിൽ കുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു അഭിമാനമായിരുന്നു. പക്ഷേ അന്നത് കള്ളക്കടത്ത് വരുന്ന സാധനമായിരുന്നു ചൈനയിൽ നിന്ന് ഇവിടെ. ഇന്നിപ്പം അങ്ങനത്തെ സാധനങ്ങൾ നമുക്ക് ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റുകളിൽ ലോകത്ത് ഏത് രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന സാധനവും ഇവിടെ വാങ്ങാൻ കഴിയും. അപ്പൊ അതിനെതിരെയായിരുന്നു ഇവിടെ ഒരു കാലഘട്ടങ്ങളിൽ സമരമൊക്കെ. നമുക്കറിയാം, എത്രയോ ഗ്ലാസുകൾ തല്ലിപ്പൊട്ടിച്ചു ഇവിടെ ചില കമ്പനികളുടെ ചിക്കൻ കടകൾ വരുന്നതിനെതിരെ. പക്ഷെ ഇന്നിപ്പം നോക്കുമ്പം അന്ന് തല്ലിപ്പൊട്ടിച്ചവര് വരെ അതിന് നല്ല രുചിയാണെന്ന് പറഞ്ഞ ആ റെസ്റ്റോറന്റിൽ കയറി ഇന്ന് ഭക്ഷണം കഴിക്കുമ്പം എനിക്ക് സത്യത്തിൽ കൗതുകമാണ് തോന്നുന്നത്. ഞാൻ അതിനെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. ഇപ്പം നമ്മുടെ ഇവിടെ പണ്ട് അംബാസിഡറും വിയറ്റുകാരും ഉണ്ടായിരുന്ന സമയത്ത് ഇവിടെ അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ മകൻ സഞ്ജയ് ഗാന്ധി മാരുതി കമ്പനിയുടെ ഷെയർ വിൽക്കുന്നു, ഇതൊക്കെ എന്തിനാണ്, ഇവിടെ ഫിയറ്റ് ഇല്ലേ, അംബാസിഡർ ഇല്ലേ എന്ന് പറഞ്ഞ് ചോദിച്ച് സമരം നടത്തിയ ഇടതുപക്ഷ നേതാക്കന്മാര് ഇന്ന് നടക്കുന്നത് 25-30 ലക്ഷം രൂപ വിലയുള്ള മുന്തിയ വണ്ടികളിലാണ്. അപ്പം ഞാൻ അതിനെയും പോസിറ്റീവായിട്ടാണ് കാണുന്നത്. പക്ഷേ എന്നിട്ട് അങ്ങനെ ഇത്രയും സ്വകാര്യ കമ്പനികൾ വന്നിട്ട് എന്തോ എയർപോർട്ടിന്റെ കാര്യത്തിൽ മാത്രമല്ല, റോഡിന്റെ കാര്യത്തിലും സ്വകാര്യ പങ്കാളിത്തത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നടപടികളാണ് ഉണ്ടാവാൻ പോകുന്നത്. അതിനെതിരെ കേരളത്തിൽ ശക്തമായ സമരങ്ങളല്ലേ നടക്കുന്നത്, BOT പാലങ്ങളും മറ്റും വരുന്നതിനെതിരെ? അല്ല, നമ്മുടെ ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. കേരളത്തിൽ നാഷണൽ ഹൈവേ പണിയുമ്പോൾ 30 മീറ്റർ വീതി മതി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇവിടുത്തെ രാഷ്ട്രീയ കക്ഷികൾ എല്ലാവരും കൂടി മൻമോഹൻ സിംഗിനെ പോയി കണ്ടതാണ്. കേരളത്തിൽ തമ്മിൽ കടിച്ചു കീറാൻ നിൽക്കുന്ന ഇടത് വലത് വ്യത്യാസമില്ലാത്ത ആളുകൾ എല്ലാവരും കൂടെ പോയി കണ്ടു. അവസാനം മൻമോഹൻ സിംഗ് ഒരു വളരെ സ്ട്രോങ് ആയിട്ടൊരു നിലപാടെടുത്തു. 45 മീറ്ററിന് താഴെയാണെങ്കിൽ പണിയേല എന്ന് വന്നപ്പോഴാണ് അവസാനം അച്യുതാനന്ദൻ പോലും സമ്മതിക്കാൻ ഇടവന്നത്. അപ്പം അങ്ങനെ വന്നത് എന്തുകൊണ്ടാണ്? നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. 1975 നമുക്ക് 1,19,000 വാഹനങ്ങളെ കേരളത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് നമുക്ക് അത് 1,60,00,000 മുകളിലായി. അന്നത്തെ 35,000 കിലോമീറ്റർ റോഡിനേക്കാൾ ഏതാണ്ട് 50,000 കിലോമീറ്റർ റോഡേ നമുക്ക് PWDയുടെയും നാഷണൽ ഹൈവേയും കൂടെ അധികമായിട്ട് വന്നിട്ടുള്ളൂ. അപ്പൊ നമ്മുടെ നാട്ടിൽ അപകടങ്ങളുടെ എണ്ണം കൂടുന്നതിന്റെ പ്രധാന കാരണം ആവശ്യത്തിന് റോഡുകളില്ല എന്നുള്ള. ഇത്രയും വാഹനങ്ങൾ കൂടുതൽ വന്നപ്പം കേരളത്തിലെ അപകടങ്ങൾ ഫേസ് ടു ഫേസ് ഇടിയാ. അതേസമയം അത് 4 ലൈനും 6 ലൈനും ആണെങ്കിൽ അപകടം കുറയും. റോഡ് കോൺഗ്രസിന്റെ നിയമം അനുസരിച്ച് ഒരു പോയിന്റിൽ 25,000 വാഹനങ്ങളിൽ കൂടുതൽ ഉണ്ടെങ്കിൽ അവിടെ 4 വരി പാത വേണമെന്ന. നമ്മുടെ ഇവിടെ ഏതാണ്ട് 15ഓളം പോയിന്റുകളിൽ 1,00,000 മുകളിലാ വാഹനങ്ങൾ. അപ്പം റോഡ് കോൺഗ്രസിന്റെ നിയമം അനുസരിച്ച് ഇവിടെ 10 വരി പാത കഴിയേണ്ട സമയം കഴിഞ്ഞു. അപ്പൊ നമുക്ക് എല്ലാവർക്കും വാഹനം വേണം, പക്ഷേ നമുക്ക് റോഡിന് വീതി വേണ്ട. ഇതൊക്കെ ചെറിയ സങ്കുചിത മനസ്ഥിതി അല്ലെങ്കിൽ ചെറിയ ഒരു വോട്ട് ബാങ്ക് മനസ്സിൽ കണ്ടുകൊണ്ടാണ് അതുകൊണ്ടാണ് ഞാൻ മുമ്പേ പറഞ്ഞത്, നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വിഷനുള്ള ഒരു ലീഡർഷിപ്പ്. ആ ലീഡർഷിപ്പ് നമ്മുടെ IIT-യിലെ IML-ഒക്കെ ഉണ്ട്. അവരുടെയും കൂടി അഡ്വൈസ് മേടിക്കണം. എന്നിട്ട് നമ്മൾ ബോധവൽക്കരിക്കണം ജനങ്ങളെ. സ്വാഭാവികമായിട്ട് ഇപ്പൊ സെൻട്രൽ ഗവൺമെന്റ് റോഡ് എടുക്കുന്നതിനൊക്കെ ഭൂമിക്ക് നല്ല കോമ്പൻസേഷൻ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഭൂമി ഏറ്റെടുക്കുന്ന ആളുകൾക്ക് അതിന് എതിർപ്പില്ല. ഇപ്പൊ നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് നമ്മുടെ ഇതിലെ വന്ന് അങ്കമാലിക്ക് പൊൻകുന്നം വഴി വരുന്ന ആ പുതിയ ഗ്രീൻഫീൽഡ് ഹൈവേ, ആ ഹൈവേ വേണ്ടെന്നാ കേരള ഗവൺമെന്റ് പറയുന്നത്. എന്താ? അതാണ് അതിന്റെ വിചിത്രമായ ന്യായം.
അതിനാകെ സെൻട്രൽ ഗവൺമെന്റ് പറഞ്ഞത് അവിടെ പണി നടന്നാൽ മാത്രം ഉണ്ടാകുന്ന ഒരു GST വിഹിതമുണ്ട്. പണി നടന്നില്ല GST ഉണ്ടാകില്ല. അത് SGST ചോദിക്കരുത്. ആ പണി നടക്കുന്നതിന്റെ GST വിഹിതം കേരള ഗവൺമെന്റ് ചോദിക്കരുതെന്ന് മാത്രമേ ഉള്ളൂ. കേരള ഗവൺമെന്റിന് ഒരു പൈസ മുടക്കില്ല. ഭൂമിയുടെ വില കൊടുക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് ആണ്, പണിയിപ്പിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് ആണ്. ടോള് വേണ്ടവര് ടോള് കൊടുത്ത് അങ്കമാലിയിൽ നിന്ന് തിരുവനന്തപുരത്തിന് സ്പീഡിൽ പോകട്ടെ. അല്ലാത്തവർക്ക് MC റോഡുണ്ട്, അല്ലെങ്കിൽ അപ്പുറം ആലപ്പുഴ വഴി റോഡുണ്ട്. അപ്പൊ നമുക്ക് ഇതിന് പണ്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മുടെ കോയമ്പത്തൂരിൽ നിന്ന് സേലത്തിന് പണ്ട് നമ്മുടെ ഈ സൗത്ത് ഇന്ത്യയിൽ ആദ്യമായിട്ട് എല്ലാന്റിക്ക് ടോള് കൊടുത്ത് റോഡ് തുടങ്ങിയത് അവിടെയാ. അന്ന് അവിടെ വലിയ എതിർപ്പൊക്കെ ഉണ്ടായി. അപ്പൊ അന്നത്തെ അവിടുത്തെ തമിഴ്നാട് മുഖ്യമന്ത്രി പറഞ്ഞു, ആരെയും നിർബന്ധിക്കുന്നില്ല, എല്ലാവരും കോയമ്പത്തൂർ ടൗണിൽ കൂടെ കയറി സേലത്തിന് പൊക്കോളാൻ പറഞ്ഞു, ഈ ടോളിൽ കൂടെ കയറണ്ടെന്ന് പറഞ്ഞു. പക്ഷെ 99% ആളുകളും അന്ന് 15 രൂപയായിരുന്നു തുടക്കത്തിൽ. ആ ടോള് കൊടുത്താ പൊക്കോണ്ടിരുന്നത്. അപ്പൊ അതിന്റെ കാര്യം എന്താന്ന് വെച്ചാൽ സമയ ലാഭം, പിന്നെ ഡീസലും ലാഭം. അപ്പം അതുകൊണ്ട് സ്വകാര്യ മേഖല വരുന്നത് കൊണ്ട് പഴയ കാലത്തെ പോലെ അന്ധമായ ഒരു എതിർപ്പുണ്ടാകും എന്ന് ഞാൻ കരുതുന്നു. ഞാൻ ഇവിടെയാണ് ഡോക്ടർ ഹരികുമാർ. അടിസ്ഥാന സൗകര്യ പദ്ധതികളിൽ പൊതു സ്വകാര്യ പങ്കാളിത്തത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നിർദ്ദേശങ്ങൾ ബഡ്ജറ്റിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടോ? കേരളത്തിൽ എവിടെയാണ് സ്വകാര്യ പങ്കാളിത്തത്തിൽ അല്ലെങ്കിൽ ഒരു സ്വകാര്യ ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ നിക്ഷേപം വരുന്നത് എന്ന് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ കാപെക്സിൽ വല്ല ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ 3 കൊല്ലമോ 4 കൊല്ലമോ കൊണ്ടുള്ള റിട്ടേണുകൾ കിട്ടുകയില്ല എന്നുള്ള ഒരു വളരെ ലോങ് ടേമിലുള്ള റിട്ടേൺസ് ആണ് നമുക്ക് കിട്ടാനായിട്ട് സാധിക്കുക. അപ്പൊ കേരളത്തിലെ കേസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ കേരളത്തിലെ ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ളത് മലയാളികൾ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധ്യതകൾ വളരെ കുറവാണ്. നമ്മളിപ്പോ നാഷണൽ ഹൈവേ എടുത്ത് നോക്കുകയാണെങ്കിൽ നാഷണൽ ഹൈവേയുടെ വർക്ക് എക്സിക്യൂട്ട് ചെയ്യുന്ന നമ്മുടെ ഇവിടുത്തെ കോൺട്രാക്ടേഴ്സ് ചെയ്യുന്നുണ്ടാവാം. പക്ഷെ എന്നിരുന്നാലും ഇതിന്റെ മെയിൻ്റനൻസും കാര്യങ്ങളും അവിടെ ടോൾ പിരിവ് തൊട്ടിട്ട് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഔട്ട്സൈഡ് കേരളത്തിന്റെ പുറത്തുള്ള ഒരു സിസ്റ്റമാണ്. അവിടെ ഫിനാൻസിങ് പോലും അങ്ങനെയാണ് നടക്കുന്നത്. അപ്പോ ആ ഒരു ഭാഗം നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് വേണം ഈ പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത്. പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ എന്ന് നമ്മൾ പറയുമ്പോൾ നമുക്ക് വേറൊരു കാര്യം കൂടെ, പ്രൈവറ്റ് പാർട്ടിസിപ്പേഷനിൽ അക്സെപ്റ്റ് ചെയ്യാൻ, അത് അംഗീകരിച്ചു കൊണ്ടിട്ടുള്ള ഒരു വികസനം കേരള ജനതയിൽ ഉണ്ടായിട്ടില്ല. അതുണ്ടാവണമെങ്കിൽ അങ്ങനെ ഇപ്പൊ നമ്മൾ കാണാം, നമ്മള് ഈ ഇവിടുന്നുള്ള തൃശ്ശൂരിൽ നിന്നുള്ള ഹൈവേ ഇങ്ങോട്ട് എടുക്കുകയാണ് എങ്കിൽ, അരൂർ വരെ എടുക്കുകയാണെങ്കിൽ അത്രയും ഭാഗത്തുള്ള ഹൈവേയിൽ കിട്ടേണ്ട സ്പീഡിൽ നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുമോ? യാത്ര ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടോ? റോഡിന്റെ കണ്ടീഷൻ എന്താണ്? ടോള് കൊടുക്കേണ്ടത് നിവൃത്തിയില്ലാതെ ടോള് കൊടുക്കേണ്ട ഒരു അവസ്ഥയിലേക്കല്ലേ വരുന്നത്. ഈ വലിയകര ടോൾ പ്ലാസ കഴിഞ്ഞു വരുമ്പോൾ ഏതാണ്ട് 2 കിലോമീറ്റർ കഴിയുമ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ 3 ദിവസത്തെ മുമ്പ് പേപ്പറിൽ വായിച്ചു, 1.5 മണിക്കൂറുകൾ ബ്ലോക്കായി. എന്തുകൊണ്ട് അങ്ങനെ 1.5 മണിക്കൂർ ബ്ലോക്കായി? അത് ആലോചിക്കണം. അവിടെ 1.5 മണിക്കൂറോളം റോഡ് ബ്ലോക്ക് എന്ന് പറയുമ്പോൾ എത്ര കിലോമീറ്റർ ആണ് നാഷണൽ ഹൈവേയിൽ 2 വശത്തേക്കും വാഹനങ്ങൾ നിൽക്കുന്നത്? ആ ബ്ലോക്ക് ഇന്നും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്, ഇന്നും തുടങ്ങുന്നുണ്ട്. പക്ഷെ 1.5 കിലോമീറ്റർ കുറവ് എന്ന് പറയും. അപ്പോൾ ഈ അടിസ്ഥാന വികസനത്തിന് അല്ലെങ്കിൽ നാഷണൽ ഹൈവേ വീതി കൂട്ടുക എന്നൊക്കെ പറയുമ്പോൾ അതിന് ശരിക്കും പറയുകയാണെങ്കിൽ അതിന് സൈഡിൽ ഒരു സർവീസ് റോഡ് ഡെവലപ്പ് ചെയ്തിട്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അതിന്റെ ഒരു തകരാറ്. അതുകൊണ്ടിട്ട് നമ്മൾ മലയാളികൾ, കേരളത്തിലുള്ളവരെ കുറ്റം പറയാൻ ഞാനടക്കം ഇപ്പോഴും അത് പോവുകയാണെങ്കിൽ നമുക്ക് ദേഷ്യം വരുന്ന ഒരു കാര്യമാണ്. സർവീസ് റോഡ് ശരിയാക്കാതെ എന്തിനാണ് ഈ അറ്റംപ്റ്റ് നടത്തുന്നത് എന്നൊരു ചോദ്യം. അത് ഇത് തന്നെയാണ് നമ്മൾ ഈ അരൂർ തുറവൂർ സെക്ഷനിൽ നമ്മൾ കാണുന്ന അതേ പ്രശ്നമാണ്. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥ കാണുമ്പോൾ ഈ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് വന്ന് അല്ലെങ്കിൽ വികസനത്തിന് മലയാളികൾക്ക് അല്ലെങ്കിൽ നമുക്കൊരു വിശ്വാസം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ നമുക്കുണ്ട്. അത് മനസ്സിലാക്കണം. ശരിയാണ്. ശ്രീ സൂരജ് നായർ, പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ കൂടുതൽ ഈ മേഖലയിൽ ഉണ്ടാകും എന്നുള്ളതാണ് വിലയിരുത്തപ്പെടുന്നത്. അതിന് ഈ ബഡ്ജറ്റിൽ അതിനുള്ള അവസരങ്ങൾ ഉണ്ടാകുമെന്ന് കരുതപ്പെടുന്നുണ്ട്. ബഡ്ജറ്റിൽ അതിനൊരു തുക നീക്കിവെക്കുമെന്ന് കരുതുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അടിസ്ഥാന മേഖലയിലെ ഓഹരികളുടെ ഒരു ഭാവി നിക്ഷേപ സാധ്യതകൾ എങ്ങനെയാണ്? ഒരു ദീർഘകാല നിക്ഷേപം എന്നുള്ള നിലയിൽ ഈ മേഖലകളിലെ ഓഹരികൾ പരിഗണിക്കാൻ കഴിയുമോ? ശ്രീ ജെയിംസ്, പണ്ട് നമ്മൾ ഒരു ഇൻഫ്രാസ്ട്രക്ചർ സ്റ്റോക്കിനെ കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു ബഡ്ജറ്റിനെ അഭിമുഖീകരിക്കുമ്പോൾ ഏതൊക്കെ സ്റ്റോക്കായിരിക്കും ഇന്ത്യൻ ഓഹരി വിപണിയിൽ ബെനിഫിറ്റ് ആവുക എന്ന് പറഞ്ഞാൽ
നമ്മൾ കൂടുതലും റോഡ് കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഷിപ്പിംഗ്, പോർട്ട് എന്നിങ്ങനെയുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ സ്റ്റോക്സ് മാത്രമേ നമ്മൾ നോക്കിയിരുന്നുള്ളൂ. ബട്ട് ഇപ്പോൾ നമ്മൾ പറയുകയും ചെയ്തു, ഈ ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ കൂടാതെ, എനർജി ഇൻഫ്രാസ്ട്രക്ചർ കൂടാതെ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചറും കൂടി ഇനി നോക്കേണ്ടത് ആവശ്യമുണ്ട് എന്ന് നമ്മൾ പറഞ്ഞല്ലോ. അത് നമ്മുടെ ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ നമ്മൾ ഏതാണ്ട് ഒന്ന് സൂചിപ്പിച്ചാണ്, ഒന്ന് മെൻഷൻ ചെയ്തതാണ്. ഉദാഹരണത്തിന് ഞാൻ പറയാം, നമ്മുടെ ഇവിടെ ഏറ്റവും വലിയ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് എന്താണെന്ന് എന്നോട് വ്യക്തിപരമായി ചോദിച്ചാൽ ഞാൻ എപ്പോഴും പറയും UPI ഇന്റർഫേസ് ആണ്. യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് ഉണ്ടല്ലോ, അതായത് എത്രയോ ഇത് രാജ്യത്ത് ഉണ്ടാക്കിയിരിക്കുന്ന നെറ്റ്വർക്ക് ഉണ്ടല്ലോ, കാശ്മീർ മുതൽ കന്യാകുമാരി വരെ സീംലെസ് ആയിട്ടുള്ള ഒരു പേയ്മെന്റ് സിസ്റ്റം വന്നത് കാരണം നമുക്ക് ഫാസ്ടാഗ് പോലെയുള്ള പുതിയ ഡെവലപ്മെന്റ്സ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് സാറ്റലൈറ്റ് വഴി ടോൾ പിരിക്കുമെന്നാണ് പുതിയതായിട്ട് ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ പറഞ്ഞിരിക്കുന്ന ഒരു പ്രപ്പോസൽ. റൈറ്റ്, ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചറും എനർജി ഇൻഫ്രാസ്ട്രക്ചറും ഉണ്ടാക്കുന്നതിൻ്റെ കൂടെ തന്നെ ഇതേപോലെ ഒരു ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചറും കൂടി ഗവൺമെന്റ് ഇട്ടുപോയി എന്നുള്ളതാണ് ഈ ഗവൺമെന്റ് ഒരു സക്സസ്, അല്ലെങ്കിൽ അടുത്ത കാലത്ത് ഇന്ത്യയുടെ ഒരു സക്സസ് ആയിട്ട് നമ്മൾ കാണേണ്ടത്. അപ്പൊ തീർച്ചയായിട്ടും ഓഹരി വിപണിയിൽ ഒരു ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ക്യാപെക്സ് പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചറിലേക്ക് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും പ്രൈവറ്റ് കമ്പനീസിൽ ബെനിഫിറ്റ് ചെയ്യുന്നു മാത്രമല്ല, അതിന് അസോസിയേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരുപാട് ആൻസിലറി ബിസിനസ് ഞാൻ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി. നമ്മുടെ റിസർച്ച് ഡെസ്കിൽ നിന്ന് വന്ന് ഇൻവെസ്റ്ററിന്റെ വാച്ച് ലിസ്റ്റിൽ കൊടുക്കാവുന്ന എക്യുപ്മെന്റ് മാനുഫാക്ചറിങ് കമ്പനീസ്, അതായത് ഒരു കൺസ്ട്രക്ഷൻ നടക്കുന്നെങ്കിൽ ഈവൻ അടുത്ത കാലത്ത് നമ്മൾ മനസ്സിലാക്കിയത് ഒരു ക്രെയിനോ അല്ലെങ്കിൽ മറ്റേ ലോറിയോ ട്രക്കോ ഒന്നും കൂടാതെ തന്നെ ഏതാണ്ട് ഡ്രോൺ കൊണ്ട് നമ്മൾ ഏതാണ്ട് സ്പേഷ്യൽ സർവേ ചെയ്യുന്നതായിട്ട്, ജിയോ സ്പേഷ്യൽ സർവേ ചെയ്യുന്നതായിട്ടുള്ള മെഷീൻസ് വരെ ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതിനുള്ള സ്റ്റാർട്ടപ്പുകൾ വന്നിട്ടുണ്ട്. ഈവൻ നമ്മുടെ L&T പോലത്തെ ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിരുന്ന കമ്പനികൾ ഇപ്പോൾ ഏതാണ്ട് ചിപ്പ് മാനുഫാക്ചറിങ്ങിനും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനും സെപ്പറേറ്റ് ഡിവിഷൻ കൊടുത്ത് അവരുടെ ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചറിനെ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ കണക്ട് ചെയ്ത് മുന്നോട്ട് പോകുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ ചെയ്യുന്ന കമ്പനികൾ തന്നെ ഏതാണ്ട് ഡിജിറ്റലായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നതിൽ ഇൻവെസ്റ്റർ ബെനിഫിറ്റ് ചെയ്യാവുന്ന ഒരുപാട് സ്റ്റോക്കുകളുണ്ട്. ശരി, അഡ്വക്കേറ്റ് കൃഷ്ണദാസ്, അടിസ്ഥാന സൗകര്യ വികസനത്തിന് തടസ്സമായി താങ്കൾ കാണുന്നത് എന്തെല്ലാം കാര്യങ്ങളാണ്? ഒന്ന്, നമ്മുടെ ഇപ്പൊ കേരളത്തെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ സംസ്ഥാനത്തിന്റെ ഒരു രാഷ്ട്രീയ സാഹചര്യം അല്ലെങ്കിൽ ഒരു സാമൂഹിക സാഹചര്യം, നേരത്തെ ബഹുമാനപ്പെട്ട ഡിജോ സൂചിപ്പിച്ചത് അതിന്റെ ഒരു പരിച്ഛേദമാണ്. ഇപ്പൊ കേരളത്തിൽ ഒരു കാലഘട്ടത്തിൽ ഏത് വികസന പദ്ധതിക്കുള്ള സാഹചര്യം ഒരുങ്ങി വന്നാലും, അതിനുള്ള പ്രോജക്റ്റുകൾ ഡിക്ലെയർ ചെയ്യപ്പെട്ടാലും, അതിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് മുതൽ ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ തുടക്കം മുതൽ എതിർക്കുക, ഒടുവിൽ പദ്ധതി നടപ്പാകുന്നത് വരെ എതിർത്തുകൊണ്ടേയിരിക്കുക എന്നതാണ്. ഇപ്പൊ കമ്പ്യൂട്ടറിന് വന്ന സമയത്ത് മുതൽ, നമ്മളൊരു ഉദാഹരണം പറയുക, ആ സമയം മുതൽ നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ. അപ്പോ ഏതൊരു വികസന പദ്ധതി വരുമ്പോ കേരളത്തിലേക്ക് ഗെയിൽ പൈപ്പ് ലൈൻ വന്നു. എത്ര കാലമാണ് സമരമുണ്ടായത്? കേരളത്തിലേക്ക് വന്നിട്ടുള്ള എല്ലാ പൊതുമേഖലാ പദ്ധതികളാണെങ്കിലും സ്വകാര്യ മേഖലാ പദ്ധതികളാണെങ്കിലും ഒരു സമയത്ത് അല്ലെങ്കിൽ മറ്റൊരു സമയത്ത് നിരന്തരമായി എതിർക്കപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് കുറഞ്ഞു വന്നിരിക്കുന്നു എന്നുള്ളതാണ് അടുത്ത കാലത്തായിട്ട്. കഴിഞ്ഞ ഒരു 10-12 വർഷക്കാലം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പൊതുവായി അങ്ങനെയുള്ള സാഹചര്യങ്ങൾക്ക്, സമരങ്ങൾക്ക്, പ്രതിഷേധങ്ങൾക്ക് കുറവ് വന്നിരിക്കുന്നു. മറ്റൊന്ന് ലേബറുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഇപ്പൊ കേരളത്തിലെ ലേബർ കോസ്റ്റ് എന്ന് പറയുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കുറച്ചുകൂടി ഉയർന്നു നിൽക്കുന്നു എന്നുള്ളതാണ്. അത് ഏതെങ്കിലും കുഴപ്പം എന്നുള്ള നിലക്കല്ല, പക്ഷെ അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഒപ്പം തന്നെ നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് അല്ലെങ്കിൽ നമ്മളുടെ സിംഗിൾ വിൻഡോ സിസ്റ്റത്തിൽ നടപ്പാക്കുന്ന പൊതുമേഖല മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ സ്വകാര്യ മേഖലയുടെ വികസനമാണല്ലോ അടിസ്ഥാനപരമായി, അല്ലെങ്കിൽ പൊതു പ്രോജക്റ്റുകളാണല്ലോ അടിസ്ഥാനപരമായി എല്ലാവരിലേക്കും തൊഴിലും വരുമാനവും എത്തിക്കുക എന്നുള്ളൊരു പ്രോജക്റ്റിന്റെ ഭാഗമായി, സാമൂഹിക വികസനത്തിന്റെ ഭാഗമായി നിലനിൽക്കാൻ വേണ്ടി കഴിയുക. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യം നോക്കിക്കഴിഞ്ഞാൽ സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തത്തെ കുറച്ചു കാണാനും കഴിയില്ല. അതുവഴി ഉണ്ടാകുന്ന തൊഴിലവസരങ്ങളെയും സാമ്പത്തിക ഇടപാടുകളെയും ക്രയവിക്രയങ്ങളെയും ഒരിക്കലും കുറച്ചു കാണാൻ വേണ്ടി കഴിയില്ല. സാമ്പത്തിക ഡെവലപ്മെന്റിന്റെ ഒരു പൊതുവായിട്ടുള്ള ഭാഗമാണ്. ശരിയാണ്. ശ്രീ ഡിജോ കാപ്പൻ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഈ അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ കാര്യത്തിലെങ്കിലും രാഷ്ട്രീയത്തിന് അതീതമായ ഒരു പൊതു കാഴ്ചപ്പാട് രൂപീകരിക്കേണ്ടതല്ലേ? നിശ്ചയമായിട്ടും അതെ. നമുക്കിവിടെ വന്നിരിക്കുന്ന ഒരു പ്രശ്നം, ഞാൻ ഇതേക്കുറിച്ച് ഞങ്ങളുടെ ഒരു പഠനം നടത്തിയത് ഈ 96-ലെ ശമ്പള പരിഷ്കരണ കമ്മീഷനാണ് ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയത്. അതിന്റെ കാരണം, അന്നൊക്കെ നമുക്കറിയാം കമ്പ്യൂട്ടർ പഠിച്ചിറങ്ങിയ ആളുകൾക്ക് അന്നത്തെ കാലത്ത് 30,000-35,000 രൂപ ശമ്പളത്തോടു കൂടി ജോലി കിട്ടാൻ തുടങ്ങി. അപ്പോഴേക്ക് ഇവിടെ ഗവൺമെന്റ് സെക്രട്ടറിമാർക്ക് പോലും ആ ശമ്പളം ഇല്ലായിരുന്നു. അപ്പൊ ക്രീമായിട്ടുള്ള ആളുകള് സർക്കാർ സർവീസിൽ കിട്ടില്ല എന്നൊരു കൺസെപ്റ്റിൽ
അന്ന് 3 ഇരട്ടി ശമ്പള വർധനമാണ് 96 വന്നത്. അതിനുശേഷം കേന്ദ്രത്തിൽ 10 കൊല്ലം കൂടുമ്പോഴാണ് ഉണ്ടാകുന്നത്. 2016 ആയപ്പോഴത്തേന് അത് ഡബിൾ ചെയ്തു. ഈ 3 ഇരട്ടി കഴിഞ്ഞിട്ട് പിന്നത്തെ പ്രസിഡന്റ് ഡബിൾ ചെയ്തു, പിന്നത്തെ പ്രാവശ്യം ഡബിൾ ചെയ്തു. പക്ഷെ കേന്ദ്ര ഗവൺമെന്റ് ഒരു ഗുണം ഉണ്ടായത്, അവര് ഇതിനകത്ത് പ്രൊഫഷണൽ ടാക്സ് കൂടെ അങ്ങ് വന്നു. അപ്പോഴത്തേന് ഇൻകം ടാക്സ് കൊടുക്കുന്ന ഗ്രൂപ്പ് പ്രൊഫഷണൽ ടാക്സ് കൂടെ കൊടുക്കാൻ തുടങ്ങിയപ്പോഴത്തേനും ഖജനാവിലേക്ക് നല്ലൊരു പണം വന്നു. അതോടൊപ്പം തന്നെ 2G 3G ലേലം അത് അപ്രതീക്ഷിതമായി കിട്ടിയ ഒരു വരുമാനമാണ്. പക്ഷെ നമ്മുടെ സംസ്ഥാനങ്ങൾക്ക് അങ്ങനെ ഒരു വരുമാനം കിട്ടിയില്ല. അങ്ങനെ ഒരു വരുമാനം കിട്ടാതെ വന്നപ്പം സംസ്ഥാനങ്ങളെല്ലാം പരമാവധി കടം മേടിക്കാൻ തുടങ്ങി. ഇവിടെ ഇപ്പം കടം മേടിക്കുന്ന പണമാണെന്ന് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന CAG-യുടെ കണക്കനുസരിച്ചിട്ട് ഈ കടം മേടിക്കുന്ന പണം വികസനത്തിന് വേണ്ടിയിട്ടല്ല, അത് മുൻകാല ബാധ്യതയുടെ പെൻഷന്റെയും ശമ്പളത്തിന്റെയും ബാധ്യത തീർക്കുക 87% പോയിട്ട് 13% അടിസ്ഥാന സൗകര്യ വികസനത്തിലേക്ക് പോകുന്നത്. അതായത് ഇപ്പൊ ഏറ്റവും അവസാനം വന്ന കണക്കനുസരിച്ച് ഭരണ ചെലവിന് വേണ്ടിയിട്ട് നമ്മുടെ 1.41 ലക്ഷം കോടി രൂപയിൽ നിന്ന് അത് 1.42 ലക്ഷം കോടിയായിട്ട് വർദ്ധിച്ചു. അപ്പൊ വികസന ചെലവിലെന്നാൽ 13,996 കോടിയായിരുന്നു മുടക്കിയിരുന്നത് കഴിഞ്ഞ സെഷനിൽ. അത് 13,584 കുറയുക ചെയ്ത്. അപ്പം പല പദ്ധതികളും വെട്ടിച്ചുരുക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കേരളത്തിന്റെ ഭരണപരമായ കാര്യങ്ങൾ മാറുന്നു എന്നുള്ളത് വലിയൊരു അപകടകരമായ സൂചനയാണ് നമുക്ക് നൽകുന്നത്. അപ്പം അതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് ഇവിടെ സർവീസ് സംഘടനകളും രാഷ്ട്രീയ നേതൃത്വവും എല്ലാം കൂടി കൂട്ടായ ഒരു ചിന്ത ഉണ്ടായില്ലെങ്കിൽ കേരളം വലിയ അപകടത്തിലോട്ട് പോകും. ശരിയാണ്, ഞാൻ ഇടപെടുകയാണ്. നമ്മുടെ സമയം ഏതാണ്ട് പൂർണ്ണമായി അവസാനിച്ചിരിക്കുകയാണ്. അവിടെ ചർച്ച ചെയ്തതുപോലെ തന്നെ അടിസ്ഥാന സൗകര്യ മേഖലയ്ക്കുള്ള ബഡ്ജറ്റ് പ്രതീക്ഷകളെക്കുറിച്ചുള്ള ഇന്നത്തെ ചർച്ച സമതുലിത വികസനത്തിൻ്റെ നിർണായകമായ പ്രാധാന്യം എടുത്തു കാണിക്കുന്നുണ്ട്. ഇന്ത്യയുടെ അടിസ്ഥാന സൗകര്യ വളർച്ചയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് നഗര ഗ്രാമീണ കണക്ടിവിറ്റി, പൊതു സ്വകാര്യ പങ്കാളിത്തം, പരിസ്ഥിതി സുസ്ഥിരത എന്നിവയിൽ സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട്. ചർച്ചയിൽ പങ്കെടുത്ത ഡോക്ടർ ഹരികുമാർ എസ്, ഡിജോ കാപ്പൻ, അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ്, സൂരജ് നായർ, നന്ദി. മറ്റൊരു വിഷയവുമായി നാളെ കാണാം. നമസ്കാരം.